ഹല്ലേലൂയ. ഈ പ്രഭാതത്തിലെ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബലിന്റെ മുഴുവൻ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ഭാരം ഏൽപ്പിച്ചുകൊണ്ട് പരിപൂർണനായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് ആരാധിക്കുവാനായിട്ട് പ്രഭാതത്തിൽ നമുക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് അണയുവാൻ സാധിച്ചതിനോട് തമ്പുരാന് നന്ദി പറയാം. നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിന്റെ വലിയ ശക്തിയും കരുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിയമാവർത്തനം 6:5 ദൈവവചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: നിങ്ങളുടെ ദൈവമായി കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അവിടുത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ നിരന്തരം അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് അവനെ ഹൃദയത്തിൽ അവൻ വസിക്കുന്ന സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നിയമാവർത്തനം 6:13 ഇപ്രകാരം പഠിപ്പിക്കുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സേവിക്കുകയും ചെയ്യണം. എപ്പോഴും ഈ പരിശുദ്ധ ത്രിത്വത്തിന്റെ സജീവ സാന്നിധ്യം ഇന്നും ജീവിതത്തിലുടനീളം ഏത് ജീവിത സാഹചര്യങ്ങളിലും പരിശുദ്ധ ത്രിത്വം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടെ സൃഷ്ടപ്രപഞ്ചത്തോട് ചേർന്ന് സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് മഹാവിശുദ്ധരുടെ സൈന്യത്തോട് ചേർന്ന് ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ഈ പ്രഭാതത്തിൽ പാടി ആരാധിക്കാം. എല്ലാവർക്കും ഈശോ പരിശുദ്ധ ത്രിത്വത്തിന്റെ സന്നിധിയിലേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹൃദയത്തിലും ആത്മാവിലും മനസ്സിലും ദൈവം നൽകിയിരിക്കുന്ന സകല ശക്തിയും ഉപയോഗിച്ച് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയാൻ പോകുന്ന എല്ലാ നന്മകളെയും കണ്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ ആ പാടി ആരാധിക്കാം. ആരാധിക്കുമ്പോൾ അവതാരം പാടിടാം. പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. പദമലരി താണു വീണു വന്നിച്ചിടാം. ആത്മനാഥാന നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൽ വാഴേണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവതാരം പാടിടാം. പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. പദമലരി താണു വീണു വന്നിച്ചിടാം. ആത്മനാഥാന നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൾ വാഴേണം. വെളിപാട് 14:7 ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. എബ്രായർ 12:18 ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോടെ സമർപ്പിക്കാം. ഈ പ്രഭാതത്തില് എല്ലാ ആരാധനകൾക്ക് യോഗ്യനായ ദൈവത്തെ നമുക്ക് തീക്ഷണതയോടെ അവന് അർഹമായ രീതിയിൽ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ നമ്മുടെ എല്ലാ ബലഹീനതകളും അവരുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവനെ ആരാധിക്കാം. യേശുനാഥ ഒരു ശിശുവാ എന്നെ നിന്നെ മുൻപിൽ നൽകിയിടുന്നേ. യേശുനാഥ ഒരു ശിശുവാ എന്നെ നിന്നെ മുൻപിൽ നൽകിയിടുന്നേ. എൻ പാപമെല്ലാം മായിച്ചു നീ ദുഃഖഭാ
ആരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവഗാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തി പാടാം. ആ പദമലരിൽ താണു വീണു വന്ദിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൾ വാഴണം. യെശയ്യാ 66:23 അമാവാസി മുതൽ അമാവാസി വരെയും സാബത്ത് മുതൽ സാബത്ത് വരെയും മർത്യരെല്ലാവരും എന്റെ മുമ്പിൽ ആരാധനയ്ക്കായിട്ട് വരും. പിതാവായ ദൈവത്തിന്റെ ഹിതം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാനായിട്ട് തമ്പുരാന്റെ ഹിതം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ തീക്ഷണതയോടെ ആരാധിക്കട്ടെ. പരിപൂർണമായിട്ട് ഒരു ശിശുവിനെ പോലെ അവന്റെ സന്നിധിയിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുക. അവൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, സകലതും അവിടുന്ന് നന്മയ്ക്കായി തീർക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തെ ആരാധിക്കട്ടെ. സ്നേഹനാഥ ഒരു ബലിയ ഇനി നിന്നിൽ ഞാനും ജീവിക്കുന്നു. സ്നേഹനാഥ ഒരു ബലിയ ഇനി നിന്നിൽ ഞാനും ജീവിക്കുന്നു. എന്റേതായതെല്ലാം സമർപ്പിക്കുന്നു. പ്രിയനായി എന്നെ സ്വീകരിക്കൂ. അവകാശിയും അതിനാഥനും നീ മാത്രമീശോ മിശിഹായേ. അവകാശിയും അതിനാഥനും നീ മാത്രമീശോ മിശിഹായേ. ആരാധിച്ചിടാകും വിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവഗാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തി പാടാം. ആ പദമലരിൽ താണു വീണു വന്ദിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൾ വാഴണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൾ വാഴണം. പുറപ്പാട് 23, 25, 26 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. ഓ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ഈ നിമിഷങ്ങളിൽ തന്നെ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കുവാൻ, രോഗങ്ങൾ മാറിപ്പോകുവാൻ, വന്ധ്യീകരണം മാറിപ്പോകുവാൻ, ഗർഭചിത്രങ്ങൾ മാറിപ്പോകുവാൻ, അനർത്ഥങ്ങൾ മാറിപ്പോകുവാൻ ഈ പ്രഭാതത്തില് നമ്മൾ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ബഹുമാനപ്പെട്ട സജിത് ബ്രദറിലൂടെ ദൈവവചനം ഇന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വചനം കേൾക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ലോകം മുഴുവൻ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ, ഒരു പുത്തൻ അഭിഷേകം വ്യാപരിക്കുവാൻ, ഒരു പുതിയ ദൈവിക ജീവിതത്തില് പുത്തൻ അഭിഷേകത്തോടുകൂടെ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ജനത ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തീക്ഷണതയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ, ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. 1 പത്രോസ് 3:15 ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജിക്കുവേൻ. എന്റെ ജീവിതത്തിന്റെ കർത്താവായിട്ട് ഈ ഭൂമിക്ക് അപ്പുറമുള്ള എന്റെ ജീവിതത്തിന് വേണ്ടി എന്നെ യോഗ്യതയുള്ളവനാക്കി തീർക്കുവാൻ കാൽവരി കുരിശിൽ എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചിന്തി എന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് എനിക്ക് നിത്യജീവൻ നൽകിയ യേശു ക്രിസ്തുവിനെ ഈ പ്രബോധത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ അവനെ നിരന്തരം പൂജിക്കട്ടെ. പരിശുദ്ധ കൂദാശകളിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവിക സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് അവനെ ഹൃദയം കൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ഈ ലോക സമ്പത്തിനേക്കാ ഈ ലോക ബന്ധങ്ങളേക്കാ ഈ ലോക സമ്പത്തിനേക്കാ ഈ ലോക ബന്ധങ്ങളേക്കാ എല്ലാത്തിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. 4:19 എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായവയെല്ലാം നൽകും. യോഹന്നാൻ 15:16 നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അനുഗ്രഹമായിട്ട് മാറുവാൻ, ഈ ഭൂമിയിൽ അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറുവാൻ വേണ്ടി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയല്ല, സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊപ്പം അവന്റെ മഹത്വത്തിൽ പങ്കാളിയാകുവാൻ വേണ്ടി അവിടുന്ന് നമ്മളെ തെരഞ്ഞെടുത്തു. ഇത് വലിയ സത്യം നമുക്ക് ഗ്രഹിച്ചുകൊണ്ട് തീക്ഷണതയോടെ ഈ പ്രഭാതത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക സത്യദൈവത്തെ തീക്ഷണതയോടെ ആരാധിക്കട്ടെ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ 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 ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ 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 എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. യേശുവേ യേശുവേ ദിവ്യകാരുണ്യമേ ആരാധന. പരിശുദ്ധ ത്രിത്വമേ ആരാധന. ദൈവപിതാവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. സൗഖ്യദായക ആരാധന. കരുണാമയ ആരാധന. കരുണാമയ ആരാധന. സ്നേഹമേ ആരാധന. സൗഖ്യമേ ആരാധന. വിടുതലേ ആരാധന. രക്ഷക ആരാധന. യേശുവേ രക്ഷക. യേശുവേ രക്ഷക.
സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. കരമുയർത്തി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന സമയം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, ഇന്നും എന്നേക്കും സ്തുതിയും ആരാധനയും പുകഴ്ചയും ബഹുമാനവും സകലത്തിനും യോഗ്യനായവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നെഞ്ചോട് കരം ചേർത്ത് വെച്ചുകൊണ്ട് സ്നേഹസ്വരൂപനായ പിതാവിന്റെ മുമ്പിലേക്ക് ഇതാ ഞാൻ അടുത്തു വരുന്ന കർത്താവേ, എന്റെ എല്ലാ സങ്കടങ്ങളെയും വഹിപ്പാൻ കഴിവുള്ളവനെ, എന്റെ എല്ലാ വേദനകളെയും ചുമന്നവനെ, എന്റെ വീർപ്പുകളെ സങ്കടങ്ങളെ ഇല്ലാതാക്കിയവനെ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും അങ്ങേക്ക് ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, നിത്യ സ്നേഹമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, നിത്യ സ്നേഹമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, കാരുണ്യവാനേ ആരാധന. കാരുണ്യവാനേ ആരാധന. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന കേൾവിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും അടുത്തു വരാം. ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ, ഇത് കാണാൻ എന്റെ കണ്ണിനെയും ഇത് കേൾക്കാൻ എന്റെ ചെവിയെയും കേൾക്കാൻ എന്റെ ചെവിയും ഇത് മനസ്സിലാക്കാൻ എന്റെ ഹൃദയത്തെയും മനസ്സിലാക്കാൻ എന്റെ ഹൃദയം തുറന്നു തന്നതിന് നന്ദി. നന്ദി. കർത്താവായ ക്രിസ്തുവേ, കർത്താവായ ക്രിസ്തുവേ, വചനമായി തീർന്നവനെ വചനമായി തീർന്നവനെ ഞങ്ങളിലേക്ക് വ്യാപിക്കണമേ. ഞങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ഈ കൂട്ടായ്മയിൽ ഈ കൂട്ടായ്മയിൽ സകല വിശുദ്ധരുടെയും ഐക്യം ഞങ്ങൾ സ്വീകരിക്കുന്നു. സകല വിശുദ്ധരുടെയും ഐക്യം ഞങ്ങൾ സ്വീകരിക്കുന്നു. കൂട്ടായ്മ ഞങ്ങൾ സ്വീകരിക്കുന്നു. കൂട്ടായ്മ ഞങ്ങൾ സ്വീകരിക്കുന്നു. സ്വർഗീയ മാലാഖമാരുടെ സംരക്ഷണം ഞങ്ങൾ സ്വീകരിക്കുന്നു. സ്വർഗീയ മാലാഖമാരുടെ സംരക്ഷണം ഞങ്ങൾ സ്വീകരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ പരിശുദ്ധ ദൈവമാതാവിന്റെ വലിയ കൂട്ടായ്മ സ്വീകരിക്കുന്നു. വലിയ കൂട്ടായ്മ സ്വീകരിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും കണ്ണീരിനെ തുടയ്ക്കണമേ. മനസ്സുകളോട് ഇടപെടണമേ. വചനത്തെ വിഭജിക്കണമേ. ചിന്തിക്കാത്ത ചിന്തകളിലൂടെ കടത്തിവിടണമേ. ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. മനസ്സുകൾക്ക് സ്വാന്തനം പകരണമേ. എല്ലാവരുടെ മേലും സമാധാനവും ശാന്തിയും പകരുമാറാകണമേ. രക്ഷക, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങളങ്ങേ പൂജിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട ദിവ്യബലികളുടെ സകല ഐശ്വര്യവും വിശ്വാസത്താൽ സ്വീകരിച്ചു. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ആമേൻ. നമ്മൾ കൺഫെഷൻ അവസാനത്തേക്ക് വെച്ചിരിക്കുന്നത് പ്രഖ്യാപനം ഒരുമിച്ച് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് ആ വചനത്തിന്റെ വലിയ അതിശയങ്ങളെ സ്വീകരിക്കുവാനായിട്ടുള്ള മാനസിക ഒരുക്കത്തിന് വേണ്ടിയാണ് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ റീഡിങ് മത്തായി സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമുക്ക് എല്ലാവർക്കും എടുക്കാം. ഈ സമയത്ത് 22-ാമത്തെ അധ്യായത്തിന്റെ 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. Today's readings from Matthew 22 verse 34 to 40. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന് 34 മുതലുള്ള വാക്യങ്ങൾ. Matthew 22 verse 34 to 40. യേശു സദൂക്കയരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരിസേയർ ഒന്നിച്ചുകൂടി. When the Pharisees heard that Jesus had silenced the Sadducees, they came together. അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷ ചോദിച്ചു. And one of the teacher of the law tried to trap him with a ഗുരു, question. നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന എന്താണ്? Teacher, he asked, which is the greatest commandment in the law? അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും
പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. Jesus answered, love the Lord with all your heart, with all your soul, and with all your mind. ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. This is the greatest and the most important. രണ്ടാമത്തെ കൽപ്പന ഇതിന് തുല്യം തന്നെ. The second most important commandment is അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. love your neighbor as you love ഈ yourself. രണ്ട് കൽപ്പനകളിലും സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കും. The word of law and Moses and teachings of the prophets depend upon these two commandments. ചോദ്യം നിയമപണ്ഡിതന്റേതാണ്. The question is from the lawyer. രണ്ട് ഗ്രൂപ്പായിരുന്നു യേശുവിന് നേരിടേണ്ടി വന്ന ഏറ്റവും ശക്തമായ ഗ്രൂപ്പ്. There were two groups that Jesus has to face. ഒന്ന് സദൂക്യരുടെ ഗ്രൂപ്പായി, One was the Sadducees. രണ്ട് ഫാരസികളുടെ ഗ്രൂപ്പായി. Second is the Pharisees. ഈ രണ്ട് ഗ്രൂപ്പിനും രണ്ട് വ്യത്യസ്തതയാണുള്ളത്. Because they have two different opinions. സദൂക്യരാകട്ടെ കുറച്ച് ലിബറൽ ആണ്. The Sadducees, they're more liberal. അവര് ഫരിസേയരെ പോലെ അത്ര ആത്മീയരല്ല. They're not much of religious according to the Pharisees. കുറച്ചുകൂടെ പറഞ്ഞാൽ അവരുടെ സ്പിരിച്വാലിറ്റി കുറച്ച് റാഷണൽ സ്പിരിച്വാലിറ്റി. Their spirituality is more of rational. എന്നാൽ ഫരിസേയരുടെ ആത്മീയതയാകട്ടെ But concerning the Pharisees, വളരെ പ്രകടമാക്കുന്ന ആത്മീയതയാണ്. deep rooted and is very obvious to see. എക്സ്റ്റേണലി അപ്പിയറൻസിൽ വരുന്ന ഒരു സ്പിരിച്വാലിറ്റി ആയിരുന്നു ഫരീസയരുടെ More of ആത്മീയത. externally you can see in the appearance you can see. സദൂക്യരുടെ ആത്മീയത കുറച്ചുകൂടെ റാഷണൽ ആയിരുന്നു. But Sadducees are much more rational. ഇവിടെ ഇതാ സദൂക്യരെ യേശു പരാജയപ്പെടുത്തുകയാണ്. And here you find Sadducees, Jesus silenced them. തൊട്ടുമേളത്തെ പാരഗ്രാഫത്തിൽ പുനരുത്ഥാനത്തെ കുറിച്ചാണ് Jesus സംസാരിക്കുന്നത്. is talking about the resurrection just above. പുനരുത്ഥാനത്തിലാകട്ടെ ദൂതന്മാരിലാകട്ടെ അശരീരികളിലാകട്ടെ ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരാണ് ഈ പറയുന്ന സദൂക്യർ. The Sadducees, they never believed in the resurrection. Or the angels, Of the the angels or the ghosts and prophets. all those stuffs. അവർക്ക് വിശ്വാസമേ ഇല്ല. They didn't believe in the resurrection of all the ദൂതൻ angels. വന്ന് അരുൾ ചെയ്തെന്ന് കേട്ട ഉടനെ അവർ ചോദിക്കും, ദൂതൻ അങ്ങനെ വന്ന് അരുൾ ചെയ്യുമോ? When an angel comes and says something, they say, how can an angel come and say? പുനരുത്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അവർ ചോദിക്കും, മരിച്ച ശേഷം വീണ്ടും ഒരു They ജീവിതം. didn't believe in resurrection. There is no life. തൊട്ടു after മേളത്തെ തൊട്ടുമാളത്തെ പാരഗ്രാഫിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശു സദൂക്യരുടെ വായടപ്പിച്ചു. Jesus silenced the Sadducees. രണ്ടാമത് ഇതാ ഫരിസേയന്മാർ വരികയാണ്. And then the Pharisees, they come in. ഫരിസേയന്മാരാകട്ടെ ഈ ദൂതന്മാരെയും ആത്മാവിനെയും പുനരുത്ഥാനത്തെയൊക്കെ വിശ്വസിക്കുന്നവരാണ്. The Pharisees, they believe in all the angels and all the resurrection. പക്ഷെ ഇവർക്കും ഇവിടെ ചോദ്യം വരികയാണ്. Then now they're asking a question. അവർ വചനം അതുപോലെ അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. They wanted to fulfill all the commandments. നമ്മള് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കും, ഇവരൊന്നും ആത്മീയരല്ലാത്ത മനുഷ്യരാണ്. We may think that are they not much of religious like ഈ us? ഫരിസേയരൊന്നും ആത്മീയരല്ലെന്ന് നമ്മൾ ചിന്തിക്കും. Don't think that Pharisees are much religious. എന്നെക്കാട്ടിലും നല്ല ആത്മീയരാണ് ഈ They ഫരിസേയർ. are much more religious than me. എന്നെക്കാട്ടിലും ഒരുപാട് ആത്മീയ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവരാണ് ഈ They ഫരിസേയർ. are much beyond in all these religious things. ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കാറില്ല. I don't fast for 2 days a week. ഞാൻ നേടുന്നതിനെല്ലാം പതാരം കൊടുക്കുന്നില്ല. I don't give the tithe, everything that I earn. കടുകിനൊക്കെ പതാരം കൊടുക്കാനൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ട് പോലുമില്ല. That mustard seed, no? They even pay tithe for the mustard seed again. Hallelujah. അപ്പൊ അങ്ങനെ ഒരു ജീവിതമൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇവരതൊക്കെ ചെയ്യുന്നവരാണ്. They all do all those things, religious rituals. 24 മണിക്കൂർ അടങ്ങുന്ന 48 മണിക്കൂർ ആഴ്ചയിൽ ഉപവസിക്കുന്നവർ. 48 hours in a week they fast. കണ്ണുകൊണ്ട് പാപം ചെയ്താലോ എന്ന് വിചാരിച്ച് കണ്ണ് മൂടിക്കെട്ടി നടന്ന് വീഴ്ചയുള്ള മുറിവേറ്റ പരീക്ഷയൻ അവരുടെ ഇടയിൽ സദാ ഉള്ളതാണ്. They even they close their eyes because with their eyes they may sin. മുറിവേറ്റ പരീക്ഷ എന്ന് വിളിക്കുന്ന അവരെയാണ്. മുറിവുണ്ടാകും, കണ്ണ് പൊട്ടിയിട്ട് നടക്കും, പോകുമ്പം അവിടെ ഇവിടെയും തട്ടി വീഴുമ്പോൾ മുറിവുണ്ടാകും. ഇപ്പം മുറിവേറ്റ പരീക്ഷ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് പോലും പാപം ചെയ്യാൻ ഇഷ്ടമില്ലാതെ കണ്ണ് കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിയിട്ട് നടക്കുന്ന പരീക്ഷൻ. A Pharisee, he blinds his eyes and then walks and falls down and get injury. Such an injured, blind, folded Pharisee. ആ മുറിവ് ആത്മീയതയുടെ ഭാഗമായി വ്യാഖ്യാനിക്കുന്ന പരീക്ഷൻ. The injury that is sustained, he takes അത്രയ്ക്ക് കർത്താവിന് വേണ്ടി സഹിക്കുന്നവൻ. but he has been so much suffering for the Lord. അവൻ ഇതാ ഒരു ചോദ്യം He ചോദിക്കുക. is asking a question here. ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന എന്താണ്? Teacher, he asked, which is the greatest commandment in the law? നമുക്കറിയാവുന്നത് ഈ 10 കൽപ്പനയാണ്. We all know the 10 commandments. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം 10 കൽപ്പന അല്ല ഉള്ളത്. For them, it's not the 10 commandments, more than that. 10 കൽപ്പന എന്ന് പറയുന്നത് 622 അല്ലേ?
622 കൽപ്പനകളുടെ സംക്ഷിപ്ത രൂപമാണ്. 613. 613 കൽപ്പനകളുടെ സംക്ഷിപ്ത രൂപമാണ് 10 കൽപ്പനകൾ. The 10 commandments, they made it about 613, and it's the nutshell of that 10 commandments. 613 കൽപ്പനകളുടെ സംക്ഷിപ്ത രൂപമായ 10 കൽപ്പനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്നുള്ളതാണ് ചോദ്യം. Out of the 613 commandments which comes in the 10 commandments, which is the greatest? That's what it's അതിനകത്ത് saying. ഒത്തിരി കൽപ്പനകളുണ്ട്. നിങ്ങൾക്ക് ആവർത്തന പുസ്തകമൊക്കെ വായിച്ചറിയാം. എല്ലാ കൽപ്പനകളും മറ്റും നമുക്ക് ഈ 10 കൽപ്പനയ്ക്കകത്ത് നൽകപ്പെട്ടിട്ടില്ല. In the 10 commandments, all the other things are not given. ഒരുപാട് സെറിമോണിയൽ ലോസ് അതിനകത്ത് ചേർന്ന് വരുന്നു. There are a lot of ceremonial laws, റിലീജിയസ് റിച്വൽസ്, ഒരുപാട് ലോസ്. purification laws. അത് തന്നെ 8 ടൈപ്സ് ഓഫ് ലോസ് ആ കൊടുത്തത്. 10 types of laws be given. അങ്ങനെ 8 തരത്തിലുള്ള 8 കാറ്റഗറീസ് ആണ് അതിനകത്ത് തന്നെ കമാൻഡ്മെന്റ്സ് വരുന്നത്. 8 categories are given in the commandment. അത് 10 കൽപ്പനയുടെ സംക്ഷിപ്ത രൂപം അവർക്ക് കൊടുത്ത് അതിൽ ആലേഖനം ചെയ്തിരിക്കുക 613 കൽപ്പനകൾ. But in a nutshell, he gave him the 10 commands. In it, there is the 613 all laws. അപ്പൊ അതില് പകുതി കൽപ്പനകൾ ദൈവത്തോട് ബന്ധപ്പെട്ടതും പകുതി കൽപ്പനകൾ മനുഷ്യരോട് ബന്ധപ്പെട്ടതും. Half of it is concerned with the love with the God and sent with the relationship with the people. അതാണ് ക്രോസ് നമ്മെ കാണിക്കുന്നത്. That's the cross that shows us. ക്രോസിന് 2 വശമുള്ളത്, ഒന്ന് ഉയർന്ന ഭാഗവും 2 കുറുകെയുള്ള The ഭാഗം. cross, the one that goes up, and then the cross. 10 കൽപ്പനയിലും ആദ്യത്തെ 5 കൽപ്പന ഞാൻ പറഞ്ഞ 613 പകുതി കൽപ്പന മേളിലേക്കുള്ള ദൈവത്തെ സംബന്ധിക്കുന്നു, പകുതി കൽപ്പന മനുഷ്യനെ സംബന്ധിക്കുന്നു. Out of the 613, half of it is concerning God and half of it concerning man. നമുക്ക് നൽകപ്പെട്ട ആവർത്തന പുസ്തകത്തിലെ അല്ലെങ്കിൽ നിയമാവർത്തന പുസ്തകത്തിലെ അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിലെ കൽപ്പന നോക്കിയാൽ അറിയാം, ആദ്യത്തെ 5 കൽപ്പന ടുവേർഡ്സ് ഗോഡ് ആണ്, ദൈവത്തോട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിന്റെ ആ കുരിശിന്റെ കുറുകെയുള്ള ആ ഭാഗം, നടുവെയുള്ള ഭാഗമാണ് അതിനെ കുറിക്കുന്നത്. Concerning the 10 commandments, the 5 commandments belongs to the Lord in relationship with God. ദൈവത്തോടുള്ള ബന്ധമാണ്. In relationship with God. അതാണ് ആദ്യമേ നമ്മൾ കാണുന്ന 5 കൽപ്പന. That's the first 5 we see. പിന്നെയാണ് ആ കുറുകെയുള്ള ഭാഗം. And then is the horizontal. ശരിക്കും കൽപ്പന കൊടുത്തപ്പോൾ തന്നെ പിതാവായ ദൈവം വരച്ചത് ഒരു കുരിശാണ്. And when God gave the commandments, he drew a cross. അതാണ് ആദ്യത്തെ 5 ദൈവത്തോട് ബന്ധപ്പെട്ടുള്ളത്. The first ദൈവമായ കർത്താവിനെ, The first 5 in relation to God. നിന്റെ ദൈവമായ കർത്താവല്ലാതെ വേറൊരു ദൈവം You should നിനക്കുണ്ടാകും. not have any other God other than കേട്ടോ, നിന്റെ Almighty ദൈവമായ God. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. Love your God with all your might, with all your soul, with all your ദൈവത്തെ mind. റിലേറ്റ് ചെയ്ത In relationship with God. അടുത്ത വരുമ്പം കുറുകെ ഒരെണ്ണം വരികയാണ്. And then the horizontal in relationship with people. കൂട്ടുകാരന്റെ, Relationship with your friend. കൂട്ടുകാരന്റെ അവിടെ തുടങ്ങിയാണ് കൂട്ടുകാരന്റെ വസ്തുവിനെ, കൂട്ടുകാരന്റെ In ഭാര്യ, relationship with കൂട്ടുകാരൻ. your friend, in relationship with all that. കുറുകെ ഒരു ഭാഗം വരികയാണ്. It's a horizontal relationship. അപ്പൊ വാസ്തവത്തിൽ ആവർത്തനം 6 കർത്താവ് വരച്ചത് തന്നെ ഈ കുരിശാണ്. In Deuteronomy 6, he drew that cross. എക്സോഡസിൽ കൽപ്പന കൊടുത്തപ്പോൾ തന്നെ വരച്ചത് ഈ കുരിശാണ്. When he gave the commandments in Exodus 22, it's this commandment. 613 കൽപ്പനകളിൽ ഈ കുരിശ് തന്നെയാണുള്ളത്. In all the 613 commandments, you find the cross. ഇവിടെ ആ നിർണായകമായ ചോദ്യം വരികയാണ്. It's where the crucial question comes. 613 സംക്ഷിപ്തമായ 10. Out of the 16, the 10 which came. ആ 10ലെ സംക്ഷിപ്തം ഏതാണ്? And out of these 10, which അതാണ് is the ചോദിക്കുന്നത്. greatest? അത് അവരിൽ നിയമപണ്ഡിതൻ പരീക്ഷ ചോദിച്ചു, ഗുരു നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന എന്താണ്? Out of the teacher asked him, which is the greatest commandment in the law? അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. Jesus answered, love the Lord with all your God, with all your heart, with all your mind and your strength. ഇത് എല്ലായ്പ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. Every time, very often we hear this. പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്. With all your soul, with all your heart and with all your mind. ദേഹം, ദേഹി, ആത്മാവ്. Spirit, soul, body. മൂന്നിടത്തും പൂർണ്ണത ദൈവത്തിന്. In all the 3 areas, the completeness. അതാണ് പൂർണ്ണത ദൈവത്തിന്. The എന്റെ completeness ദേഹത്തിൽ പൂർണ്ണമായി യേശു, in my body, complete. എന്റെ ആത്മാവിൽ പൂർണ്ണമായി ദൈവം, In my spirit, full. എന്റെ ദേഹിയിൽ പൂർണ്ണമായി In ദൈവം. my body, full. അതാണ് ഈ പറയുന്നത്. That's what it says. ദേഹി ആത്മാവ് കൊണ്ട് ഞാൻ പൂർണ്ണമായി അങ്ങയെ സ്നേഹിക്കുന്നു, Spirit, സേവിക്കുന്നു. soul and body, I love you and I worship you, Lord. അത് ആദ്യത്തെ കൽപ്പനയാണ്. That's the first commandment. അത് അവർക്കും അറിയാം, ചോദിച്ച നിയമപണ്ഡിതനും അതറിയാം. The teacher who asked him, he knew this. ഇതാണ് ഏറ്റവും ആദ്യത്തെ കൽപ്പന. The lawyer knew this. The first- എന്നാൽ ഇനിയാണ് ഈ കൽപ്പനയെ കർത്താവ് കോർത്തിണക്കുന്നത്. And then he brings the second അവിടെയാണ് ആ commandment. ട്വിസ്റ്റ് നമ്മൾ There's a മനസ്സിലാക്കേണ്ടത്. twist there. 37 വചനം Verse ശ്രദ്ധിക്കുക. 37. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. Love the Lord your God with all your heart, with all your soul and with all your mind. This is the greatest and ഇനി the ഇനി most important. 39 വാക്യം ശ്രദ്ധിക്കുക. Verse 39. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. The second most important commandment is like it. ഇവിടെയാണ് കർത്താവ് ആ ചിന്ത കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. Here Jesus tries to bring that thought. ആദ്യം പറഞ്ഞു ദൈവസേവ.
First he says serving God, രണ്ടാമത് പറഞ്ഞു മനുഷ്യ സേവ. and then he can serving man. മനുഷ്യ സേവ എന്താണ്? What is that? ഞാൻ പറഞ്ഞല്ലോ 10 കൽപ്പനകൾ ആദ്യത്തെ 5 ദൈവത്തെ ബന്ധപ്പെടുത്തിയ, പിന്നത്തെ 5 മനുഷ്യനോട് ബന്ധപ്പെടുത്തിയത്, 613 കൃത്യം പകുതി ദൈവത്തോട് ബന്ധപ്പെടുത്തിയ, അടുത്തത് മനുഷ്യനോട് ബന്ധപ്പെടുത്തിയ. ഇപ്പൊ ഇതാ അതിപ്രധാനമായ ഒരു കൽപ്പനയിലേക്ക് 613 നിന്ന് 10 വന്നു, 10 നിന്ന് 1 കർത്താവ് കൊണ്ടിരുന്നു. ആ ഒറ്റ കൽപ്പന പ്രധാനവും പ്രഥമവുമായ കൽപ്പന അതാ ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ കൽപ്പന അതിന് തുല്യം തന്നെ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. The second most important commandment is like it. Love your neighbor as you love yourself. അത് ഒന്ന് ചുമ്മാ ചോദിക്കട്ടെ, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. Just look at us. വെറുതെ എന്തെങ്കിലും കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. ലിസൺ വെരി കെയർഫുള്ളി. Listen very carefully. ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സേവിക്കുന്നതും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നതും തുല്യമാണോ? Loving the Lord with all your heart, with all your mind, with all your soul, and loving your neighbor as yourself, is it the same? ഒന്നുകൂടെ മലയാളത്തിൽ ഡോക്ടർ ഒന്ന് ചോദിക്കും. ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ദേഹിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുന്നതും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നതും തുല്യമാണോ? അതെങ്ങനെയാ തുല്യമാകുന്നത്? How can be equal? കൂട്ടുകാരനെ സേവിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നതാണോ? Loving your neighbor, is it loving God? കൂട്ടുകാരനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനെ സേവിക്കുക എന്നല്ലേ? Loving your neighbor, is it loving him? അല്ലേ? അതും ദൈവത്തെ സേവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം വേറെയാണോ? And what is the difference between loving your neighbor and loving God? ദൈവസേവ എന്ന് പറഞ്ഞാൽ ദൈവസേവ. Loving God is loving God. മനുഷ്യനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സേവിക്കുക. Loving man is loving man. പക്ഷെ കർത്താവ് ഇവിടെ പറയുകയാണ് 30 രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. But Jesus said the second most important commandment is like this. അതെങ്ങനെയാ തുല്യമാകുന്നത്? How can be like? അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. Love your neighbor as you love yourself. അത് ഇതിന് തുല്യം തന്നെ. This is like to that. ഏതിന് തുല്യം തന്നെ? Which is like പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കർത്താവിനെ സേവിക്കുക എന്ന ഒന്നാമത്തെ കൽപ്പനയ്ക്ക് തുല്യമാണ് loving the Lord with all your heart. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. It's like the loving your neighbor as loving yourself. അപ്പൊ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിച്ചാൽ, if you love your neighbor as yourself, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സേവിക്കാൻ കഴിയും. if you love your neighbor as yourself, then you will be able to love the Lord with all your ദൈവത്തെ heart. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിച്ചാൽ അതോടൊപ്പം തന്നെ കൂട്ടുകാരനെയും അറിയാതെ സ്നേഹിച്ചു പോകും. If you love your അതാണ് Lord അതിന്റെ with connection. if you love your Lord with all your heart, with all your mind and soul, then you will love your neighbor as yourself. അവിടെ ആ കണക്ഷൻ കർത്താവ് കൊണ്ടുവരുന്നത്. That's the connection there. ഹല്ലേലൂയ. It's vice versa. അതാ റിവേഴ്സ് ആണ്. അത് ഇങ്ങനെ തന്നെ വരുന്നത്. അത് അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത മുഴുവൻ ദൈവസേവ എന്ന് പറഞ്ഞാൽ മനുഷ്യസേവയല്ല, ദൈവസേവ എന്ന് പറഞ്ഞാൽ ദൈവസേവയാണെന്നാണ്. What was in my mind was loving God is not loving man, but loving God is same as loving man. Serving God in the sense serve God. Okay. Serving God is not serving man. ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സേവിക്കുക അല്ല, ദൈവത്തെ സേവിക്കുകയാണ്. Now Jesus is giving another dimension to the commandment, to the first commandment. യേശു അതിനു വേണ്ടി വേറൊരു തലത്തിലേക്ക് കാണിക്കുന്നു. When you are serving man, you are serving God with all your heart, with all your spirit, with all your mind. നിങ്ങൾ മനുഷ്യനെ നിങ്ങളെ പോലെ തന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും ഇതാണ് ഞെട്ടിക്കുന്ന കർത്താവിന്റെ വെളിപ്പെടുത്തൽ. That's the mystery, that's the revelation that Jesus gave. Hallelujah. Hallelujah. ദൈവത്തിന്റെ സൃഷ്ടിയിൽ സൃഷ്ടിക്കപ്പെട്ട, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശുശ്രൂഷിക്കുന്നത് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിന് തുല്യമാണ്. Man who has been created in the image and likeness of God, if you love him and serve him, it is equal to loving God and serving God. കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ എളുപ്പമാണ്. It's very easy to love the invisible God. കാണാത്ത ദൈവത്തെ സ്നേഹിക്കുക എളുപ്പമാണ്. കാണുന്ന സഹോദരനെ സ്നേഹിക്കുക ബുദ്ധിമുട്ടാണ്. Can you love your neighbor or your brother which you see him daily? അതാ ഇവിടെ കർത്താവ് പറയുന്നത്. എന്നിട്ട് പറയാണ് ഈ കൽപ്പനകളിൽ സമസ്ത നിയമവും The whole law. ഈ കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. In these two commandments lies the whole law of Moses and the prophets. Law of Moses and the prophet. അതാ നിയമവും പ്രവാചകന്മാരും ഈ ഒരൊറ്റ കൽപ്പനയ്ക്കകത്ത് അധിഷ്ഠിതമാണ്. The whole law of Moses and teachings of prophets is depend on these two commandments. Whole പഴയ നിയമത്തെ, മുഴുവൻ പഴയ നിയമത്തെ, the whole of Old Testament കർത്താവ് അപഗ്രഥിക്കുകയാണ്. It's just bringing it. അതിനെ ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരികയാണ്. It's coming into a conclusion. എന്താണ് പഴയ നിയമം? What is the Old Testament? നിയമം, പ്രവാചകന്മാർ.
law and the prophets. നിയമവും പ്രവാചകന്മാരും. Law and the prophets. നിങ്ങൾ എന്നോട് ചോദിക്കുക എന്താ പഴയ നിയമം? ഒറ്റ വാക്കിൽ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് പഴയ നിയമം? നിയമവും പ്രവാചകന്മാരും. If you ask what's the Old Testament Jesus is bringing, it's law and the നിയമവും prophets. പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്ന ഒറ്റ കൽപ്പന. The law is in the law of the Moses and as well as Before the it was prophets. 613. In the Old Testament, when God the Father was giving the stone tablet, it became 10. Now, when Jesus appeared, he was concluding the 10 into single commandment. That is, love your neighbor as yourself. അതിൽ 610 കൽപ്പനകള് മോശ വഴിയായി കൊടുത്തിട്ട് 10 കൊടുത്തു വിട്ടു. അതിൽ നിന്ന് യേശു പറയുന്നു 2 കൽപ്പനകളായിട്ട് ദൈവം കൊണ്ടുവരുന്നു. Then it interpreted or it translated into one single law, അത് ഒറ്റ നിയമമായി which includes all the law and the prophets. അതിനകത്ത് സകല നിയമങ്ങളും പ്രവാചകന്മാർ 613 എണ്ണം ആചരിക്കാൻ തലപുകഞ്ഞിരിക്കുന്ന പരീശനോട് പറയുകയാണ്. He is speaking to the Pharisees who are struggling to fulfill all the 613 commandments. ഒറ്റ ഒരെണ്ണത്തിനകത്ത് ഞാൻ കാച്ചി കുറുക്കി തരാം അതിന്. He said, I bring in everything, compress it into one. Oh my God. ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ബ്യൂട്ടി ഞാൻ കാണുന്നത്. That's the real beauty in the Christian life. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുന്നതിനകത്ത് മുഴുവൻ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. Loving your neighbor as yourself in it consists every law. അതിനകത്ത് ബാക്കി എല്ലാം വരും. Everything comes in that. ദൈവത്തെ സ്നേഹിക്കുന്നവന് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. Those who love God will also love the neighbor. കൂട്ടുകാരനെ സ്നേഹിക്കുന്നവന് ദൈവത്തെ സേവിക്കാതിരിക്കാൻ പറ്റില്ല. Those who love your neighbor will also love God. Serving Godന്റെ ഫ്രൂട്ട് ആണ് serving man. Serving God, the fruit, ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ ഫലമാണ് സഹോദരനെ സ്നേഹിക്കുന്നത്. Hallelujah. അവിടെയാണ് നമുക്ക് ഇപ്പൊ നമ്മൾ എത്തിക്സിനെ പറ്റി ക്രിസ്ത്യൻ എത്തിക്സ് വലിയ ഡിബേറ്റിന്റെ സബ്ജക്റ്റ് ആണ്. എല്ലാവരും സംവാദം നടക്കുക. ക്രിസ്ത്യൻ എത്തിക്സ്, വാട്ട് ഷുഡ് ബി അവർ എത്തിക്സ്? എന്താണ് നമ്മുടെ ധാർമ്മികത? What is Christian ethics? There's a question now. എവിടെയാണ് നമ്മുടെ ധാർമ്മികത അധിഷ്ഠിതമായിരിക്കുന്നത്? Where is the ethics being fixed? ഇതിലാണ് ധാർമ്മികത അധിഷ്ഠിതമായിരിക്കുന്നത്. It is in this. നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നത് പറഞ്ഞിട്ട് പാവങ്ങൾക്ക് ആഹാരം കൊടുത്തിട്ട് എന്നാ കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു. അതെങ്ങനെയാ ദൈവസേവയാകുന്നത്? So you're saying you're loving the God and you're saving alms to the poor. ആതുര സേവനം ദൈവസേവയാണോ? മുറിവ് കെട്ടുന്നു, കുഷ്ഠരോഗികളുടെ കുഷ്ഠത്തെ കഷ്ടമെന്ന് പറയാതെ കയറി എടുത്ത് പരിഭാഷിക്കുക, അതുപോലെ ദൈവസേവ. നമ്മളിങ്ങനെ വീടാന്തരം പോയി ആൾക്കാരോട് ദൈവത്തെ പറ്റി പറയുന്നതല്ലേ ദൈവസേവ? Serving the sick people, is it serving God? അനാഥാലയങ്ങൾ ഉണ്ടാക്കുന്നു, അത് ദൈവസേവയാണ്. We build orphanages, is it serving God? അതെങ്ങനെയാ ദൈവസേവയാ? How can it be serving God? ഇങ്ങോട്ട് നോക്ക്, അതിങ്ങനെയാ ദൈവസേവയാ. It is like this. ഇതിങ്ങനെയാ ദൈവസേവയാ. It is like this. ഹല്ലേലൂയ. Hallelujah. ദൈവസേവ എന്ന് പറഞ്ഞാൽ Serving God means മനുഷ്യ സേവയാ. serving man. ഹല്ലേലൂയ. ഇത് ആര് പഠിപ്പിച്ചു? Who taught this? കർത്താവ് പഠിപ്പിച്ചു. Jesus taught this. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. ഇതാ ചോദ്യം. That's the question here. Serving the mankind, how it became serving God. മനുഷ്യ സേവ എങ്ങനെ ദൈവ സേവയാകുന്നു? ഹല്ലേലൂയ. ദൈവസേവ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുക, ദൈവത്തിന്റെ വചനം വായിക്കുക, ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ദൈവത്തിന്റെ വചനത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുക, ഇതൊക്കെയല്ലേ ദൈവസേവ? When we think of serving God, we think sitting in the feet of Jesus and studying His word. വെള്ളമില്ലാത്തവന് വെള്ളം കൊടുക്കുന്നത് എങ്ങനെയാ ദൈവസേവയാകുന്നത്? When someone is thirsty, how when you give a drink, is it serving God? വീടില്ലാത്തവന് വീട് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാ ദൈവസേവയാകുന്നത്? When you build a house and give to the homeless, ഉടുപ്പില്ലാത്തവന് ഉടുപ്പ് കൊടുക്കുന്നത് എങ്ങനെയാ when you ദൈവസേവയാകുന്നത്? give some clothes to someone, ദൈവസേവ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ശരീരം കൊണ്ട് സേവിക്കുക, അതാണ്. when we think that serving God is serving God with your കർത്താവിന് മുമ്പിൽ body. പഞ്ഞം കിടക്കുക, കർത്താവിന് കുറെ സമയം ശക്തി കൈയടിച്ച് പ്രീതിപ്പെടുത്തുക, ഇതൊക്കെയാണ് ദൈവസേവ. We think that serving God is by fasting and then clapping your hands and worshiping. ഹല്ലേലൂയ. യഥാർത്ഥ ദൈവസേവ കർത്താവ് നമ്മെ But പഠിപ്പിക്കുന്നു. the real serving God, Jesus is കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. love your neighbor as അയ്യോ, yourself. അതാ ഇന്ന് രാവിലെ ഞങ്ങൾ ഈ വിഷയം ഡിസ്കസ് ചെയ്തോണ്ടിരുന്നപ്പോ എന്റെ ഹൃദയത്തിൽ വളരെ പ്രൊവോക്ഡ് ആക്കി ഈ ചിന്ത This പ്രവേശിക്കാൻ. thought provoked me so much. എന്താണത്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. Love your neighbor as you love അയൽക്കാരനെ yourself. സ്നേഹിച്ചാ പോരാ, It's not that you just love your neighbor. നിന്നെ പോലെ.
yourself, as you love yourself, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. as you love yourself, നീ love your നിന്നെ neighbor. സ്നേഹിക്കുന്ന പോലെ നീ വേറെ ആരെ സ്നേഹിക്കുന്നില്ല. അതാ സത്യം. How you love yourself, you ഞാൻ don't ever എന്നെ love anyone. സ്നേഹിക്കുന്ന പോലെ വേറെ ആരും എന്നെ സ്നേഹിക്കുന്നില്ല. Just വേറെ as I ആരെയും ഞാൻ love myself, സ്നേഹിക്കുന്നില്ല. I don't love others like that. സ്നേഹത്തിന്റെ കാര്യം നമ്മളെല്ലാവരും ഭയങ്കര വളരെ ഷോർട്ടാണ്. സ്നേഹത്തിന്റെ കാര്യം നമ്മളെല്ലാം ഭയങ്കര ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്. In loving, we are all short-sighted. ശരിയാണോ അല്ലയോ? ശരിയാണോ yes, അല്ലേ? definitely, ശരിയാണോ അല്ലേ? yes. ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ, ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ The way which I love me, വേറെ ആരെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. I don't think I love others like that. വെറുതെ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോ ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളെ ചുമ്മാതാ. It's not like just coming and saying, I just love your neighbor. ഞാൻ എന്നെ സത്യം പറ, നിങ്ങൾ ഓരോരുത്തരും പറ, എങ്ങനെയാ ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നു? Put your hand on your chest and can you say, ഇങ്ങോട്ട് മുഖത്തോട്ട് നോക്കി. ഡോക്ടറെ സ്നേഹിക്കുന്ന പോലെ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നു? no. നമ്മൾ പറയും ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ ഭാര്യ നിന്നെ സ്നേഹിക്കുന്നു. We all tell that. Just like I love myself, I ഞാൻ love എന്നെ my wife. സ്നേഹിക്കുന്ന പോലെ എന്റെ മക്കളെ നിന്നെ സ്നേഹിക്കുന്നു. I love my children also. ഹല്ലേലൂയ. പക്ഷെ അവിടുത്തെ ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിച്ച് ചോദിക്കട്ടെ. എന്നെ പോലെ, Love as നിന്നെ yourself. പോലെ Love as yourself. മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. Do you love? ഹല്ലേലൂയ. ഞാൻ എങ്ങനെ എന്നെ സ്നേഹിക്കുന്നേ? ഇങ്ങോട്ട് നോക്കി. How I love myself. ഞാൻ എന്നെ സ്നേഹിക്കുന്ന വിധം കണ്ടിട്ടില്ലേ? രൂപമില്ലാത്തതിന് ഞാൻ രൂപം വരുത്തും. There's no shape, I make it shape. ഷേപ്പ് ഇല്ലാത്തതിന് ഞാൻ ഷേപ്പ് വരുത്തും. There's അങ്ങനെ ഞാൻ shapeless, എന്നെ I make സ്നേഹിക്കും. shape. എങ്ങനെ എന്റെ കയ്യെ ഞാൻ സ്നേഹിക്കുന്നു? How I love my hands. ചെറിയൊരു മുറിവ് വന്നാൽ തന്നെ If there's a small injury, എന്റെ ദൈവമേ, അതെങ്ങനെയാ I take care of it. എങ്ങനെയാ ടേക്ക് കെയർ ചെയ്യുന്നേ? നഖം വെട്ടുന്നതിനിടെ സൈഡ് ഇച്ചിരി കൊണ്ട് കയറിയ ഉടനെ Suppose you cut your nail. പ്ലാസ്റ്റർ ഒട്ടിക്കുന്നു. If there's an injury, we just ഇത് ഞാൻ പറഞ്ഞതല്ല. എഫെസോസ് ലേഖനത്തില് പൗലോസ് ലേഖ പറഞ്ഞതാ. എഫെസോസ് 5:29 ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. no one hates his own എഫെസോസ് body. 5:29 എടുക്കുന്നവർ പെട്ടെന്ന് എടുക്കുക. Ephesians 5:21. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. No one hates his own body. ഒന്നുകൂടെ ആവർത്തിച്ചു. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. No one ever hates his own body. കിട്ടിയതിന് എത്ര രൂപമില്ലേലും, കിട്ടിയതിന് എത്ര രൂപക്കുറവാണെങ്കിലും നമ്മൾ രൂപം വരുത്തി സ്നേഹിക്കും. If there is no shape, we make it shape and then love it. ആണോ അല്ലയോ? Isn't the truth? മുടി ഇച്ചിരി ചുരുണ്ടിരിക്കുന്നതാണെങ്കിൽ എങ്ങനെയും അതിനെ വലിച്ചു നീട്ടും. If it's a curly hair, we make it straight it. ആരും ഇത് വചനം പറയാ. എഫെസോസ് 2:5-29 ആരും ഒരിക്കലും ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. Ephesians 5:29 says, no one hates his own body. നീളുന്നില്ലേ സൂത്രം? ചുരുണ്ടിരിക്കുക. എടുക്കട അയൺ ബോക്സ് പോലത്തെ ഒരു സൂത്രം ഓടിക്കട അതിന്റെ മേളിൽ കൂടെ. A curly hair, we try to straighten it. അങ്ങനെയല്ലേ? That's what we do. അത് ചെയ്യുന്നെന്ന് എഫെസോസ് ലേഖനത്തിൽ പൗലോസ് ലീഗ തന്നെ പറയുകയാണ്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. No one hates his own body. മൂക്ക്, കണ്ണ്, പിരികം, ചെവി. ഞാൻ പറഞ്ഞു പോയോ? Similarly, all your members of your body. ഹല്ലേലൂയ. Hallelujah. ഒരു നഖത്തെ പോലും വെറുതെ വിട്ടിട്ട്. Even a small nail, you don't leave it like that. ഹല്ലേലൂയ. Hallelujah. ആരും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ല. No one hates his own body. ഇനി ആ ചോദ്യം ചോദിക്കുന്നത്, Now the question comes. കൂട്ടുകാരനെ സ്നേഹിക്കാം. You can love your neighbor. കൂട്ടുകാരനെ സ്നേഹിക്കാം. You can love your ഐ neighbor. ലവ് യു. അത് പറയാം. You say, I love you. പക്ഷേ But കർത്താവ് പറഞ്ഞ ആ ചോദ്യം ഉള്ളിലോട്ട് കയറുക. that question that Jesus asked. എന്നെ ഓ മൈ ഗോഡ്. Love your neighbor നിന്നെ as you love പോലെ. yourself. നിന്നെ പോലെ. As you love yourself. നിന്നെ പോലെ. As you love yourself. ഭയങ്കര പ്രൊവോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. That's a very provoking question. അതിലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുക കേട്ടോ. I just want to reach there. എന്നെ പോലെ. Just like me. ഹല്ലേലൂയ. As yourself. ഹല്ലേലൂയ. As yourself. എഫെസോസ് 5:29 ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. Verse 29. No one hates his own body as Christ loves the body. Loves the body. Same way we The same way love we our love. body. Same way we love our body, Christ We loves. cherish, we nourish, we polish. അല്ലേ? Hallelujah. അതാ ചെയ്യുന്നത്. നമ്മൾ എന്ത് We ചെയ്യാ? take care of our body. അങ്ങനെ ചെയ്യുന്നു. ഇവിടെ കർത്താവ് പറയാണ്, നീ എങ്ങനെയാ നിന്നെ നോക്കുന്നതെന്ന് കണ്ടില്ലേ? Jesus says. അതുപോലെ. Just look how you take care of your അതുപോലെ. body. Just like that. ഇതിനപ്പുറത്തൊരു ഉദാഹരണമില്ല. There is no other example. ഇതാ വായിക്കാം, ഒന്നുകൂടെ വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 36-38 വാക്യം. ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന ഇതിന് തുല്യം. This is the greatest and the most important commandment. Second most commandment is like it.
ആദ്യമേ കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, പൂർണ്ണ മനസ്സോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. First we can say, Lord, with all our heart, with all our mind and soul, we love you. കർത്താവ് ചോദിക്കും, നീ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ അതോട് ചേർന്ന് വരേണ്ടിയ രണ്ടാമത്തേത് നിന്നിൽ ഉണ്ടോ എന്ന് നോക്ക്. If that's sure you are serving me, then look at the second അല്ലെങ്കിൽ നീ commandment. Are you ഫേക്ക് doing ആണ്, it? അല്ലെങ്കിൽ നീ ഫേക്ക് ആണ്, അല്ലെങ്കിൽ നീ കള്ളനാണ്. Or else you are a fake or അതാണ് രണ്ടാമത്തേത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. love your neighbor as you love yourself. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ Love സ്നേഹിക്കുക. your neighbor as you love ഓ, yourself. പല ആവർത്തി അത് ഞാൻ പറയട്ടെ. Keep നിന്നെ on saying. പോലെ, എന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ, എന്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്ന പോലെ അല്ല, എന്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്ന പോലെ അല്ല. നമ്മളെല്ലാവരും സെൽഫിഷ് ആയി കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് കർത്താവ് പറഞ്ഞത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. Most of us are selfish in this relation. That's why Jesus said, love your neighbor as you love yourself. Not the way you love your wife or your children. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക. അത് Those നമ്മൾ who love you, കേട്ടിട്ടുണ്ട്. love them. അതാണ് ന്യായപ്രമാണം. That's the law. ഗോൾഡൻ ലോ. But the golden law says, ഗോൾഡൻ ലോ പറയുകയാണ്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. love your neighbor as you love yourself. ഈ അയൽക്കാരനെ ഇങ്ങനെ സ്നേഹിക്കാനാണ് ഏറ്റവും പ്രശ്നം. That's the most difficult part. As you love yourself, to love your neighbor. അവൻ അയൽക്കാരനാണ്. He is my neighbor. ആകെയുള്ളത് നമുക്ക് 10.5 സെന്റ്. All I have is അവൻ ആ 10 cents. കല്ലിപ്പുറത്തോട്ട് മാറ്റി വെക്കാവോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. And he is trying to push that cornerstone. ഇവിടെ away. ആരെങ്കിലും വന്ന ഉടനെ ഇങ്ങനെയാ നോക്കുന്നത്. And we all will look up like that, എന്നതാ സംസാരിക്കുന്നേന്നാ കേട്ടോണ്ടിരിക്കുക. just hearing what is he speaking. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവൾ അപ്പുറത്തുകാരുടെ അടുത്ത് പോയി ഇവിടുത്തെ കുറ്റമാ പറഞ്ഞോണ്ടിരിക്കുക. Gossiping. അവളെ എന്നെ പോലെ ഞാൻ സ്നേഹിക്കാം. Can I love her as myself? എന്നിട്ട് വലിയ ദൈവസേവയൊന്നും വേണ്ട. By doing that, I don't want to serve God with that. പക്ഷെ ഞാൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോട് But വേണം with all സേവിക്കാൻ. my heart and soul, I love God. ഹലോ Hello. ഹലോ, Hello. അത് പറ്റൂല. That's fake. അതുണ്ടോ ഇത് വരും, If it is that, you ഇതുണ്ടോ അത് വരും. it's vice versa. അതില്ലാതെ ഇതും, ഇതില്ലാതെ അതും Without വരില്ല, that, it will not come. വരില്ല, Without this, വരില്ല, that will not വരില്ല. come. Hallelujah. ഹല്ലേലൂയ. എന്റെ അയൽക്കാരനെ സ്നേഹിച്ചാ പോരാ. It's not that I just love my neighbor. എനിക്ക് സ്നേഹമുള്ളവരെ ഞാൻ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചാ പോരാ. It's not that I love others. Just like that I love him. No. ഹല്ലേലൂയ. എന്നെ പോലെ. As myself. അതിന്റെ അകത്ത് എന്തൊക്കെ വരുന്ന ഓർക്കണം. What all things come in. ഞാൻ കഴിക്കുമ്പോ അവനും കഴിക്കണം. When I eat. ഞാൻ ഉടുക്കുമ്പോ അവനും ഉടുക്കണം. When I dress, he also. ഞാൻ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ അവനും വാഹനത്തിൽ When I സഞ്ചരിക്കണം. drive in a car, he also should drive. ഞാൻ ദാഹം തീർക്കുമ്പോ അവനും ദാഹം തീർക്കണം. When I'm thirsty, when I drink, he also should be. എനിക്ക് എന്ത് കിട്ടുമ്പോഴും അവനത് കിട്ടണം. Whatever I get, he should also. എന്തെല്ലാം ഈ ശരീരത്തിലേക്ക് ഞാൻ എടുക്കുന്നു അപ്പോഴെല്ലാം ഒയ്യോ ഇതിനകത്ത് ഇനി വേറെ എന്താ പറയണ്ടേ, വേറെ എന്ത് കൽപ്പന എന്റെ അകത്ത് ഇനി പറയണ്ടേ? 613 വേറെ ഏതാ ഇനി പറയണ്ടേ? ഇനി താവോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് പറയാം, കൂട്ടുകാരനുള്ളതിനെ സ്നേഹിക്കരുത്, അവന്റെ വയലിനെ, അവന്റെ നിലത്തെ, അവന്റെ ഭാര്യയെ നിന്റേതാക്കാൻ ശ്രമിക്കരുത്. കൽപ്പനകൾ ഓരോന്ന് വരികയാണ്. കർത്താവ് ഈ ഒരൊറ്റ കൽപ്പനയ്ക്കകത്ത് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് പറയുക, ദൈവസേവ എന്നാൽ മനുഷ്യസേവ, മനുഷ്യസേവ എന്ന് പറഞ്ഞാൽ ദൈവസേവ. Jesus brought everything and compressed into one. He said, serving God is serving man, serving man is serving God. ഹല്ലേലൂയ. Hallelujah. അത് ഹൃദയത്തിൽ എഴുതുക. അതല്ലെങ്കിൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആകും. ഞങ്ങളുടെ സഭ ഒരുപാട് സുവിശേഷീകരണ താല്പര്യരാണ്, ഞങ്ങൾ നാട് മുഴുവൻ സുവിശേഷം ഞങ്ങൾ ലഘുലേഖകൾ ഇറക്കിയിരിക്കുക, അറിയാമോ? Hallelujah. If you don't get the depth of it, you'll shrink to your. നമ്മള് പോകുന്നോടെല്ലാം വായി കൊണ്ടുനടന്ന് ഇത് കൊടുത്തോണ്ടിരിക്കുക. Wherever we go, we are giving pamphlets. അത് ഭയങ്കര എളുപ്പമാണ്. That is easy. 5 രൂപ 10 രൂപ മുടക്കി ലഘുലേഖ പ്രിന്റ് ചെയ്യാൻ എന്നെ എളുപ്പമാണ്. Print some leaflets and give it to people. ഒരു ചാരിതാർത്ഥ്യമാണ് അത് കൊടുക്കുമ്പോഴേ ഉള്ളത് പറയാൻ. They are doing a charity work. ചാരിതാർത്ഥ്യം Out of. ഒരു മനസ്സിലൊരു വലിയ സന്തോഷമാണ്. അത് ഒരു റിലാക്സേഷനാണ്. അത് കൊടുക്കുമ്പോ എന്തൊക്കെയോ ചെയ്തു എന്നൊരു തോന്നല്. A feeling that you have done something. പക്ഷെ യഥാർത്ഥ സുവിശേഷീകരണം എന്നാന്നറിയാമോ? But that is not the real gospel. അത് ആരംഭിക്കേണ്ട എന്റെ അയൽവക്കത്താണ്. It has to start with your neighbor. പക്ഷെ കൊടുക്കുന്നവരാരും ഇന്ന് വരെ അയൽവക്കത്ത് കൊടുക്കുന്ന കണ്ടിട്ടില്ല. But all those who give have never given to the neighborhood. അയൽവക്കത്ത് കൊടുത്താൽ വേറൊരാളെ ആക്കി വെക്കും. Jesus said, start in ജെറുസലേം. Continue. യേശു പറഞ്ഞത് ജെറുസലേമിൽ തുടങ്ങാനാ. You start in Jerusalem. And then spread to Samaria. Then Samaria. Judea. And the ends of the world. These places are the neighboring places. Yes. Nearby places. You have to start in Jerusalem.
when you shall receive the power of the Holy Spirit. Acts chapter 1 verse 8. പരിശുദ്ധാത്മാവിന്റെ ഉയരങ്ങളിൽ നിന്ന് ശക്തി നിങ്ങൾ You will പ്രാപിക്കുമ്പോൾ be my witness നിങ്ങൾ എന്റെ in Jerusalem first. ആദ്യം The place where Jesus is crucified, you will be my witnesses. എവിടെ യേശുവിനെ ക്രൂശിക്കപ്പെട്ടോ അവിടെ നിങ്ങൾ And you will be സാക്ഷിയാണ്. my martyrion. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ രക്തസാക്ഷി. You will be my martyrion. അത് നിങ്ങൾ അതാ നിങ്ങൾ martyrion ആയി മാറും അവിടെ. Then you will start moving to the next അതുകൊണ്ട് അതിനുശേഷം നിങ്ങൾ province, that സമരിയ, is Judea. ജൂദയ, Then Samaria, that is next province. Then to the uttermost part of the world, you will be bearing my testimony, my kingdom's gospel. ജൂദയ, സമരിയ, അത് ലോകമെമ്പാടും നിങ്ങൾ എന്റെ സാക്ഷികളായി പോകണം. Hallelujah. ഹല്ലേലൂയ. ഡോക്ടർ ഇതിന്റെ അകത്ത് അങ്ങ് ഫിക്സ് ചെയ്യുക കർത്താവ് കൊണ്ട്. Yeah. ഇത് എന്ത് എളുപ്പമാണെന്ന് നമുക്ക് തോന്നും. കൂട്ടുകാരനെ എന്നെ പോലെ സ്നേഹിക്കുക, you know. It looks like You know what I easy, mean. you know. Oh, to love my neighbor. It's easy. It's very easy, you know. Kind of. Oh, loving my neighbor. It's- കൂട്ടുകാരനെ സ്നേഹിക്കാൻ എളുപ്പമാണെന്ന് തോന്നും. പക്ഷെ അവിടെയാണ് ഒരു ഹുക്ക് ഉണ്ട് അവിടെ. ആ ഹുക്ക. നിന്നെ പോലെ, As yourself. നിന്നെ പോലെ. As yourself. ഫരിസേയരാരാ? Who's the Pharisees? ഞങ്ങൾ ദൈവസേവ ചെയ്യുന്നവർ, Who are serving God. ഞങ്ങൾ അങ്ങയെ സേവിക്കുന്നവർ, We are serving you, Lord. ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളെ സേവിക്കുന്നവർ. With all we have, we are serving you, Lord. ഇവൻ അങ്ങനല്ല കർത്താവേ, But he is not like that. ഇവളങ്ങനല്ല കർത്താവേ. She is not like that. ഞാൻ ഇവളെ പോലെ അല്ലായികയാൽ I am ദൈവത്തെ not like സ്തുതിക്കുന്നു. ഹല്ലേലൂയ. He doesn't fast. കർത്താവ് പറയുക, നിന്നെ പോലെ അവളെ ആക്കുമ്പോഴാണ് നീ വിജയിച്ചത്, Hallelujah. When God നീ is saying, ദൈവസേവ തുടങ്ങിയത്. the moment you make her like yourself, there this starts. Hallelujah. ഇത് പ്രസംഗിക്കാൻ എന്നെ എളുപ്പമാണെന്നറിയാം. Yeah, to preach is easy. You continue. Hallelujah. See, to serve the Lord with all your heart, with all your mind, with all your soul. Do you think it is easy? നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സേവിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നാണോ? But in certain areas of your mind, you don't serve God, love God. ദൈവത്തെ പൂർണ്ണ ആത്മാവോടെ ചിലപ്പോൾ സേവിക്കാൻ പറ്റിയേക്കാം, പക്ഷെ നമ്മുടെ മനസ്സിന്റെ മേഖലയിൽ പല സന്ദർഭങ്ങളിലും വ്യതിചലനം സംഭവിച്ചേക്കാം. Sometimes you are serving the Lord or worshipping the Lord. നമ്മൾ ചില സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നവരാകാം. At the same time, your mind is going up to America and coming back. ദൈവസന്നിധി ഇരിക്കുമ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ തുടരുമ്പോഴും പ്രാർത്ഥന ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ സഞ്ചരിച്ച് വിടുന്ന് പോയി അമേരിക്ക വരെ എത്താറുണ്ട്. That means you are not serving the Lord with all your mind. മുഴുവൻ മനസ്സോടും കൂടെ ദൈവത്തെ സേവിക്കുന്ന സേവ ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണത്. So yeah, that some places in your mind or emotions are empty. ആ മേഖലയിൽ ചില വൈകാരിക തലങ്ങൾ കയറി വന്ന് നമ്മുടെ മനസ്സ് ചില സ്ഥലങ്ങളിൽ ശൂന്യമായി കിടക്കുകയാണ്. So in those empty places, Jesus comes and redeems it. ആ മേഖലകളിലാണ് യേശു വന്ന അക്ഷരാർത്ഥത്തെ നമ്മെ വിടുവിക്കുന്നത്. So Christ Jesus has to become Lord over that area. ആ ശൂന്യമായി കിടക്കുന്ന മേഖലയിൽ കർത്താവായി യേശു മാറണം. So otherwise what happens when you meet in a situation? ഈ ഒരു സർക്കംസ്റ്റാൻസ് മീറ്റ് ചെയ്യുമ്പോൾ, Circumstance brings in fear and anxiety into your life. ഒരു സാഹചര്യം നമ്മളിലേക്ക് ഭയത്തെ കൊണ്ടുവരുമ്പോൾ, Stirs your emotion. നമ്മുടെ വൈകാരികതയെ അത് ഉണർത്തിയിട്ട് Jesus is not Lord there. യേശു അവിടെ കർത്താവായി മാറാതെ The emotions overtake you സാഹചര്യം നമ്മെ വല്ലാതെ പരിഭവപ്പെടുത്തും. and you get into fear. നമ്മൾ ഭയത്തിന്റെ കീഴിലേക്കായി മാറും. But at the same time, you are quoting, I love you, Lord, with all your mind, with all your situation. ആ സമയത്തും മനസ്സുകൊണ്ട് പൂർണ്ണമായി ദൈവസേവ ചെയ്യാത്ത സമയത്തും അധരം കൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവമേ ഞാൻ അങ്ങേ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സേവിക്കുന്നു. പക്ഷേ മനസ്സ് പല കാതങ്ങൾ അകലെയാകാം. So when Jesus said, when you are speaking that, when you are telling me that you are loving me with all your heart, with all your soul and mind, നിങ്ങൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുന്നു എന്ന് പറയുമ്പോൾ, another one, love your neighbor as you love yourself. നീ നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. That is very difficult for us. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. Unless you die, നമ്മൾ മരിക്കാതെ yourself dies, നമ്മുടെ സ്വയാസ്തിക്യം ഇല്ലാതാകാം. and when Jesus comes up alive in you, അതാണ് that's the point. Hallelujah. എന്നിലെ ഞാൻ ഇല്ലാതാകാതെ, എന്നിലെ ഞാൻ മരിക്കാതെ ഒരിക്കലും എനിക്ക് എന്റെ കൂട്ടുകാരനെ എന്നെ പോലെ സ്നേഹിക്കാനാവില്ല. unless myself dies, I cannot love my neighbor as myself. That's the point. Oh God. And everything in the kingdom is a gift from God. ദൈവരാജ്യത്തിൽ സമസ്തവും ദാനമായി നൽകപ്പെട്ടു. We did not love God first.
നമ്മൾ ദൈവത്തെ ആദ്യം സ്നേഹിച്ചതല്ല. He loved us first. ദൈവം നമ്മെ സ്നേഹിച്ചതാണ്. Where he loved it on the cross. നമ്മെ കുരിശിലെ മഹാസ്നേഹത്താൽ അവിടുന്ന് സ്നേഹിച്ചു. While we were enemies against him. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നവരും അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നപ്പോഴും God demonstrated his love on the ദൈവം തന്നെ cross. മഹാസ്നേഹത്തെ കുരിശിലൂടെ പ്രദർശിപ്പിച്ച് നമ്മെ സ്നേഹിച്ചതാണ്. God sent his only begotten son അവിടുത്തെ ഏകപുത്രനെ നമുക്ക് വേണ്ടി അയച്ചു to സ്നേഹിച്ചു. redeem the whole mankind. മുഴുവൻ മാനവ കുലത്തെയും രക്ഷിക്കുവാനായിട്ട് പുത്രനെ അയച്ചതാണ്. See, look at the love of the Father. പിതാവിന്റെ മഹാസ്നേഹത്തെ കാണുക. See, one time in my devotion I asked the Lord, ഒരു ദിവസം എന്റെ വ്യക്തിപരമായ ധ്യാനത്തിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, Lord Jesus, you did every work and redeemed the mankind. നീ എല്ലാ പ്രവൃത്തിയും ചെയ്ത് മുഴുവൻ മാനവരാശിയെ രക്ഷിച്ചു. But Father, പിതാവേ, what is that for you? അത് പിതാവേ ആ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തി അങ്ങേക്ക് എന്താണെന്ന് ഞാൻ ചോദിച്ചു. That is something a stunning thing. അത് എന്നെ വളരെ പിടിച്ചുലച്ച ചോദ്യമാണ്. And the Father answered, പിതാവിന്റെ ഉത്തരം വ്യക്തിപരമായ ധ്യാനത്തിൽ എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, I got every one of my own children back. പുത്രന്റെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ അങ്ങേക്ക് എന്ത് കിട്ടി പിതാവേ എന്ന് ചോദിച്ചു. പിതാവിന്റെ ഹൃദയത്തിന്റെ ഭാഷ മറുപടി ഇങ്ങനെയായിരുന്നു, പുത്രന്റെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ എനിക്ക് എന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട എന്റെ മനുഷ്യ ജാതിയെ മുഴുവൻ എനിക്ക് തിരികെ ലഭിച്ചു. ഹല്ലേലൂയ. Every one of you sitting here ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും surprised of Father and Jesus. പുത്രനിലൂടെ പിതാവ് കൊടുത്ത വലിയ വിലയുടെ സന്തതികളാണ്. You are so prized and priceless things in the heart of the Father. ഹല്ലേലൂയ. പിതാവിന്റെ ഹൃദയത്തിൽ വളരെ വിലപ്പെട്ടവരാണ്. He didn't even bother to send his son to die on the cross. പിതാവായ ദൈവം സ്വന്തം പുത്രനെ താണഭൂമിയിലേക്ക് അയച്ച് കുരിശിൽ മരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക. Because it's the blood relationship. രക്തബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ്. Sometimes we move away from this God. നമ്മൾ ഈ ചില സമയങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട്. But at the same time, He is still there with you. ആ ദൈവം അപ്പോഴും നമ്മെ പിരിയാതെ നമ്മോടൊപ്പം നിൽക്കുകയാണ്. He cannot leave you. അവിടത്തേക്ക് നമ്മെ വിടാൻ പറ്റും. We may leave from our mind. നമ്മുടെ മനസ്സുകൊണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ That വിട്ടു. means we move away from the awareness of Him. ഹല്ലേലൂയ. നമ്മൾ അവനെ കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്ന് അകന്നു പോകും. But realize തിരിച്ചറിയുക, He is in you, അവൻ നമ്മുടെ ഉള്ളിലാണ്, with you, അവിടെ നമ്മുടെ കൂടെയാണ്, for you. നമുക്ക് വേണ്ടിയാണ്. So every situation that we face, ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ He is revealing more and more of His goodness. അവിടുത്തെ കരുണയുടെ ദയയുടെ ദീർഘശാന്തിയുടെ വലിയ ഐശ്വര്യം വീണ്ടും വീണ്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി. Every trials or hardships or every difficulties that we go through in life, ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോന്നിന്റെ നടുവിലും God is revealing an aspect of His goodness. കൃപയുടെ ദയയുടെ ദാക്ഷിണ്യത്തിന്റെ കരുണയുടെ വലിയ ദയ നമ്മിൽ വെളിപ്പെടും. That's the goodness of God. അതാണ് ദൈവത്തിന്റെ മഹാദയ. You are not challenged by the situations. സാഹചര്യങ്ങളുടെ വെല്ലുവിളിയിൽ അമരേണ്ടവരല്ല നാം. You are not challenged by the opposition of people. ജനം അതൊന്നും പറയും, അതിനൊന്നും തകരേണ്ടവരല്ല നിങ്ങൾ. You are not challenged by the world. ലോകത്താൽ പോലും വെല്ലുവിളിക്കപ്പെട്ടവരല്ല നിങ്ങൾ. You are only challenged by the goodness of God. ദൈവത്തിന്റെ കൃപയാലും കരുണയാലും ദീർഘമായ സ്നേഹത്താലും മാത്രം നിയന്ത്രിക്കപ്പെടുന്നവരാണ്. So the real challenge is യഥാർത്ഥ വെല്ലുവിളി how much of goodness you can receive and give to the people. എത്ര ദൈവത്തിന്റെ ദീർഘശാന്തിയെ നമുക്ക് സ്വീകരിക്കാം, എത്ര ജനത്തിലേക്ക് കൊടുക്കാം. എന്നെ പിടിച്ചുലയ്ക്കുന്ന ചിന്ത അതാണ്. ഓ ദൈവമേ, എത്ര ദൂരം ഇനിയും സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഈ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ഈ സംക്ഷിപ്ത രൂപത്തിൽ ഒന്ന് എത്താൻ, എന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഉറച്ച്. എന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ എന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുന്ന ആത്മീയതയിലേക്ക് എന്നെ ഒന്ന് നയിക്കണേ. Lord, help me to come to that reality that I love my neighbor as I love myself. ഓ ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾ വളരെ ആത്മീയരായിരിക്കാം. You may be such a bunch of religious people. വളരെ ആത്മീയരായിരിക്കും. ആത്മീയമായി ഒരുപാട് മുമ്പിലായിരിക്കും. You might have gone much ahead of it. ഒരുപാട് ആത്മീയമായി മുമ്പിൽ ഉണ്ടായിരുന്നവരോടാ കർത്താവ് ഇത് Jesus സംസാരിക്കുന്നത്. is speaking to such people. ഫരിസേയരോടാ ഇത് He is സംസാരിക്കുന്നത്. speaking to the Pharisees. അവരുടെ ആത്മീയതയ്ക്ക് അപ്പുറത്തൊന്നും നമുക്കില്ല We സുഹൃത്തുക്കളെ. cannot go beyond that. ഹല്ലേലൂയ. അവരോട് കർത്താവ് ഇത് പറയും. Jesus is addressing to them. നിങ്ങൾ ദൈവസേവ തുടങ്ങിക്കോ. The moment you start serving God, മനുഷ്യ സേവയിലൂടെ, you through the serving man. മനുഷ്യ സേവയിലൂടെ, It's through serving mankind you serve God. കർത്താവേ, അങ്ങ് ഇവിടെ വന്നപ്പം കർത്താവേ
ഇത് സമ്പത്തുള്ളവന് മാത്രമല്ല, സമ്പത്തില്ലാത്തവനും ഒന്നും കയ്യിലില്ലാത്തവനും ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവസേവയാണ്. കർത്താവ് ഇവിടെ വന്നപ്പോൾ നമ്മളെ കാണിച്ച അതാണ്. Yes, when Jesus came and demonstrated that. Hallelujah. ഞാൻ ഇങ്ങനെ ചില വാക്കുകൾ പറയുമ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും അത് പ്രകോപിപ്പിച്ചേക്കാം. സോറി ഫോർ ദാറ്റ്. യേശു ഇവിടെ വന്നിട്ട് കാണിച്ചു കൊടുത്ത ദൈവസേവ എന്ന് പറയുന്നത്, Jesus came and demonstrated what is serving God. Hallelujah. കുരുടന്റെ കണ്ണെ തൊട്ടതായിരുന്നു, When he touched the blind man's eye, കുഷ്ഠരോഗിയെ തൊട്ടതായിരുന്നു, the touched the leper, ഊമനോട് കാണിച്ച സിമ്പതി ആയിരുന്നു, the sympathy that he showed to the deaf and dumb. അതായിരുന്നു ആ ദൈവസേവ. That was the serving man. ഈ ജനം ഇങ്ങനെ പോയാൽ ഇവർ വഴി തളരുമെന്ന് പറഞ്ഞതായി. Jesus knew if you leave these people in the wilderness, they will die there. രാത്രി മുഴുവൻ ഇവൻ അധ്വാനിച്ചവൻ ഒന്നും കിട്ടിയില്ല, എനിക്ക് ഇവന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് പത്രോസിന്റെ പടകിൽ കയറിയതായിരുന്നു ദൈവസേവ. He told the whole night he didn't get a catch, and then he entered into the same boat and said, "Start serving." That is real serving God. Hallelujah. നാട്ടാരും വീട്ടാരും വെറുക്കുന്ന ഒരു സ്ത്രീയുടെ അടുക്കൽ പോയി സംസാരിച്ചതായിരുന്നു ആ ദൈവസേവ. Hallelujah. സമരിയക്കാരത്തി സ്ത്രീ, He went to the Samaritan woman who has been deserted by all. That is serving God. ഓ കർത്താവേ, ദൈവസേവ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങ് കുറച്ച് പുസ്തകമായിട്ട് വരുമായിരിക്കും, അങ്ങ് കുറച്ച് പുസ്തകം വിതരണം ചെയ്യുമായിരിക്കും. പക്ഷെ ഞാൻ കണ്ട ദൈവസേവ അതൊന്നും അല്ലായിരുന്നു. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ, That was the real serving God, the woman that was caught in the very act of adultery. അവൾക്ക് വേണ്ടി സംസാരിച്ചതായിരുന്നു ദൈവസേവ എന്ന് അറിയാൻ എത്ര വൈകി ഞാൻ. Jesus spoke for that. That was serving God, and I took ഞാൻ കരുതി അവളെ വിധിക്കുന്നതാണ് ദൈവസേവയെന്ന്. I thought that judging her was going to be the serving പാപി God. എന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്തിയതാ ദൈവസേവയെന്ന്. I thought moving her as a sinner, that is God. പക്ഷെ കരുണയുടെ സ്പർശനത്താൽ അവളെ മാറോട് ചേർത്ത് പിടിച്ചതാ ദൈവസേവയെന്ന് മനസ്സിലാക്കുവാൻ ഞാൻ വൈകി. I took many time to realize that serving യേശു her. കാണുന്നത് ഭാവിയായ സ്ത്രീയെ അല്ല, പിതാവിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പ്രിയ പുത്രിയെ. Jesus, when she saw her, he was not seeing a sinner or adulterer. He was seeing a woman created in the image of എല്ലാവരും God. പറഞ്ഞു വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ്. Everyone said she has been caught in the act of adultery. യേശു പറഞ്ഞു, എന്റെ Jesus said, സാദൃശ്യത്തിലും എന്റെ that സ്വരൂപത്തിലും is created in my image. ഒരു മകളായിരിക്കും. That's my daughter. അതാണ് ദൈവസേവ. That is serving God. എനിക്ക് തോന്നുന്നു അന്ന് രാത്രി പിതാവിനോട് ഒരുമിച്ചിരിക്കുവാൻ മലയിൽ ചെന്നപ്പോ പിതാവ് വാരി ചുംബിച്ച് കാണും, പ്രിയപുത്രനെ ഇന്ന് നീ എന്നെ സേവിച്ചിട്ടാ വന്നിരിക്കുന്നത്. Hallelujah. That night when he went to the mountain to pray, the Father embraced him and said, "You have served me." Hallelujah. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചവനെ സകലരും വഴിയിൽ തടഞ്ഞപ്പോൾ തിരികെ അവന്റെ അടുക്കൽ ചെന്ന്, "Son of David, have mercy on me." When everyone obstructed him, he turned back and went to him. അവന്റെ കുരുടന്റെ കണ്ണിലേക്ക് കൈവച്ചപ്പോൾ, Oh, he placed his hand over his blind eye. പിതാവായ ദൈവം പറഞ്ഞു, നീ നടത്തിയ ദൈവസേവ. The Father told him, "What you have done is serving me." Hallelujah. Hallelujah. Paramama Divya Karunyame Hinnumenum Angikaradana. ഭയങ്കരമായിട്ട് anointing ഇവിടെ fill ആവും. സൗരങ്ങളെ നമ്മള് ദിവ്യകാരുണ്യമേ എന്നും ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ ഇന്ന് ആരെയും വിധിക്കാനായിട്ട് ആളല്ല. I'm not going ഞാൻ to എന്നെ judge anyone. തന്നെയാണ് ഈ വചനം I'm no one to പറയുമ്പോൾ judge anyone. വിധിക്കുന്നത്. ഞാൻ ഇങ്ങനെയാ ചിന്തിക്കുന്നത്, ഞാൻ ഇനി എത്ര കൂടെ ദൂരം സഞ്ചരിക്കണം ദൈവമേ. How much more I have അന്ന് to പറഞ്ഞ journey? ഈ പ്രധാന കൽപ്പനയിലേക്ക് എത്താൻ ഇനി എത്ര ദൂരം ഞാൻ സഞ്ചരിക്കണം? How much more journey I have to go to come to this? 100% ഈ വിഷയത്തിൽ വീഴ്ച വന്നവനാണ് ഞാൻ എന്ന ഉറപ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. I'm just standing here with the conviction that I have been fallen in this. 100% I have fallen in this commandment. നമുക്ക് ഇന്ന് കരുണയ്ക്ക് വേണ്ടി ദൈവത്തോട് Let's അപേക്ഷിക്കാം. call for the mercy of the Lord. Hallelujah. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ സമ്പത്തുള്ളവരാ, നിങ്ങളുടെ സമ്പത്തെല്ലാം ആർക്കെങ്കിലും ദാനം കൊടുക്കണമെന്നല്ല. It's not that I am telling you to distribute all your. ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. That's an attitude. ഇതൊരു മനോഭാവമാണ്. That's an attitude. അത്രമാത്രം
എന്റെ അടുത്തുള്ളവൻ എന്റെ ഉള്ളിലേക്ക് കയറണം. അതാണ് ആ ചിന്ത. Yeah, your neighbor should come and enter into your heart. That's the thought. That's a thought. I can't clothe myself until he clothed himself. അവൻ ഉടുക്കാതെ എനിക്ക് ഉടുക്കാൻ പറ്റത്തില്ല. ആ ഒരു തലത്തിലേക്ക് നിങ്ങളുടെ മാനസിക മാത്രം എന്റെ അയൽവക്കംകാരൻ എന്നിലേക്ക് കയറണം. To such an extent my neighbor has to get into me. അത്രമാത്രം എന്റെ അയൽവക്കംകാരൻ എന്നിലേക്ക് കയറണമെങ്കിൽ If that has to happen, അതിലും അധികമായി കർത്താവ് എന്നിലേക്ക് കയറണം. hallelujah, the more he has to enter into you. That's what maybe Paul said, I know whom I have believed. This is Something beyond. നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നതിന് മേളിലാണ് തോന്നുന്നത്. Something beyond our comprehension. The love of the God. ആ വ്യക്തി എന്റെ ഉള്ളിലേക്ക് കയറണം. എങ്ങനെ കയറണം? The neighbor has to enter into me. ഞാൻ എന്നിലേക്ക് കയറിയതുപോലെ, ഞാൻ എന്നിലേക്ക് കയറിയത് എങ്ങനെയോ അതുപോലെ വേറൊരാൾ എന്നിലേക്ക് പ്രവേശിക്കണം. How I entered into me, the same way the neighbor has to come into me or enter into my heart. ഞാൻ എന്നിലെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക പറഞ്ഞ് ശരിയാവുന്നു അല്ലെങ്കിൽ കറക്റ്റ് ചെയ്താ. ഞാൻ എന്നിലേക്ക് എത്രത്തോളം അലിഞ്ഞിരിക്കുന്നു അത്രത്തോളം അവൻ എന്നിലേക്ക് അവൾ എന്നിലേക്ക് അലിയണം. The more and more I have been just soaking into myself, that way the neighbor has to soak into your heart. Into me, Into me. into me, into me. എന്നിലേക്ക്. That's what Paul said. It's no longer me who lives, but Christ who lives in me. ഇവിടെയാ ദൈവസേവ ആരംഭിക്കുന്നത്. ഇവിടെ ആരാധന ആരംഭിക്കുന്നത്. It's where the worship starts. ഞങ്ങൾ ഇന്നലെ പകല് മുഴുവൻ ഞാൻ ഡോക്ടറോട് ഒരുമിച്ചിരുന്ന് വേർഷിപ്പിനെ കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഹല്ലേലൂയ. നമ്മൾ പല സന്ദർഭങ്ങളിൽ ആരാധനയെ തെറ്റിദ്ധരിച്ചു പോയി. നമ്മളല്ല, ഞാൻ. Most of the time, even we just misunderstood worship. ആരാധന എന്നതാന്ന്? What is worship? Real worship is serving God. യഥാർത്ഥ Serving ആരാധന. God is serving mankind. Serving God is serving man. ദൈവത്തെ സേവിക്കുന്നത് മനുഷ്യനെ സേവിക്കുന്നത്. Jesus was sent forth from the Father. യേശു പിതാവിൽ നിന്ന് അയക്കപ്പെട്ടവനാണ്. And he was showing us what is serving God. വന്ന് നമ്മളെ കാണിച്ചു തന്നു ദൈവസേവ I thought he will be in the temple. ഞാൻ വിചാരിച്ചു അദ്ദേഹം ദേവാലയത്തിലായിരിക്കുന്നു. When Jesus was sent forth, I was searching him in the temple. യേശു അവിടുന്ന് പിതാവിൽ നിന്ന് അയക്കപ്പെട്ടപ്പോൾ ദേവാലയത്തിൽ ഞാൻ നോക്കി. But he went into the temple, he prayed there, but he was serving God. He was worshipping God in the temple, but he was serving God in the street. പക്ഷേ മാർക്കറ്റ് പ്ലേസിലാണ് ദൈവസേവ നടത്തുന്നത്. ശരിയായിട്ടില്ല, നല്ലതായിട്ട് പറയണം. ഹല്ലേലൂയ. He was worship God in the temple, ദേവാലയത്തിൽ ദൈവത്തെ ആരാധിച്ചു. but he served God in the street. പക്ഷേ മാർക്കറ്റ് പ്ലേസിൽ ദൈവസേവ ചെയ്യുകയായിരുന്നു. വഴിയരികിൽ ദൈവത്തെ സേവിക്കാൻ തുടങ്ങി. In the markets, the places, he was serving God. വഴിയരികിൽ ദൈവത്തെ സേവിച്ച ഞങ്ങൾ ആരും വഴിയരികിൽ ദൈവത്തെ സേവിക്കുന്ന കണ്ടില്ലല്ലോ. We did not see him serving man there. God there. അഞ്ചപ്പം എടുത്ത് 5000 വാഴ്ത്തി കൊടുത്തില്ലേ, അതാ സേവ. അതിനകത്ത് that includes miracles. ഇപ്പൊ നമുക്ക് മനസ്സിലാവും എവിടെയാ അത്ഭുതം ആരംഭിക്കുന്നതെന്ന്. Where the miracle starts, now you understand. ഈ Hallelujah. പോയിന്റ് മിസ് ചെയ്യരുത്, please. Now you understand where the miracle starts. Now you understand where the miracle starts. ഇപ്പോൾ അത്ഭുതം എവിടെ തുടങ്ങി നിങ്ങൾ മനസ്സിലാകും. Hallelujah. He was moving with a great compassion, Bible says. അനുകമ്പയോടെ അവൻ സഞ്ചരിച്ചു. Every miracle was from his compassion. എല്ലാ അത്ഭുതങ്ങളും അവന്റെ അനുകമ്പയിൽ നിന്ന് തുടങ്ങി. ഇങ്ങനെ എഴുതി, അവൻ അവിടെ പോയിരുന്ന് കരഞ്ഞു. He went and wept there. ആൾക്കാരെ കാണിക്കാൻ കരഞ്ഞു എന്നാണോ? It's not that people see that he's crying. ലാസറിന്റെ മരണ വാർത്ത അറിഞ്ഞ് യേശു കരഞ്ഞു. When he heard that Lazarus was dead, he cried, he wept. Next moment അത്ഭുതമാണ്. The next moment the miracle starts. ഡോക്ടർ കത്തിയോ അത്? എന്നാ ഒന്ന് പറ, ഞാൻ കേൾക്കട്ടെ. The moment he heard that Lazarus is dead, ലാസർ മരിച്ചത് കേട്ടപ്പോ he said, but at that time he said, no, he is slowly sleeping. അവൻ ഉറങ്ങുന്നത് മാത്രമാണെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ആ വീട്ടിലെത്തിയിട്ട് യേശു കണ്ണുനീർ വാർത്തു.
because he saw Martha weeping. മാർത്ത കരയുന്ന കണ്ടു. So he went and joined in their grievings. See, മാർത്ത കരയുന്നത് കണ്ടു, യേശു കൂടെ പോയിരുന്ന് കരയുന്നു. When he saw Martha was weeping, he went alone and grieved with her. ഇവിടെ ഒരു ദൈവസേവ നടക്കുക. That is a serving God. ഞാനാണ് ഇങ്ങനെ പറയൂ, What I will say, മാർത്ത വാ 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 വാ, നമുക്ക് പോയി ഒരു പ്രാർത്ഥിക്കാം. come, let's go and pray. അകത്തോട്ട് പോവാം, നമുക്ക് പോയി Let's go പ്രാർത്ഥിക്കാം. inside and pray. പക്ഷെ ഇവിടെ പറയുന്നു, But when he said, അവൻ അവരുടെ കൂടെ ഇരുന്ന് കരഞ്ഞു. he wept with them. എനിക്കറിയില്ലായിരുന്നു അതാണ് ദൈവസേവയെന്ന്. That is serving God. I did not know that. അങ്ങനെയാണ് ദൈവസേവയെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ ആ മാർത്തയുടെ കൂടെ ഇരുന്ന് കരഞ്ഞേനെ. If I knew this, I would have went and wept with her. ഞാൻ മനസ്സിലാക്കിയ ദൈവസേവ, My understanding was different. മാർത്ത അവിടെ ഇരുന്ന് കരയട്ടെ, Let Martha cry there. ഞാൻ ഈ കരച്ചിലെല്ലാം കണ്ടിട്ട് മാറിപ്പോയിരുന്നു ദൈവത്തിന് മുമ്പിൽ എന്റെ വിഷയം പറഞ്ഞുകൊണ്ട് കരയട്ടെ. I'll go before God and say my these things and then pray to God. ഞാൻ എന്റെ വിഷയം പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന. I'll talk to God about my issues and pray. ഞാൻ അവിടെ that is ഇരുന്ന് prayer. കരയുന്നത് പ്രാർത്ഥനയല്ല. But when I start with them and crying, them, ഇവിടെയാണ് മിറക്കിൾ ആരംഭിക്കുന്നത്. that's where the miracle starts. നിങ്ങൾക്ക് ഒരു കൃപാവരവും ഇല്ലാതിരിക്കട്ടെ. Even if you don't have any gifts, Spirit. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം 16 14 കൃപാവരങ്ങളൊന്നും എനിക്ക് ഉള്ളതായിട്ട് എനിക്ക് I തോന്നിയിട്ടില്ല. don't have any of this 15 or 14 gifts of the Spirit. പക്ഷെ നിങ്ങളുടെ കയ്യാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. But many great miracles can occur in your hand. എപ്പോഴാണെന്നറിയാമോ? When? കരയുന്ന മാർത്തയുടെ കൂടെ ഇരുന്ന് കരയാ. When you go and cry with the Martha who is crying. ഞാൻ അവരെ ചിന്നിയവരും ചെതറിയവരും. When you go and join with someone else grieving. There the miracle starts. The miracle, അത്ഭുതം അവിടെ തുടങ്ങും. അടയാളം അവിടെ ആരംഭിക്കും. The miracle starts there. Bible says he was moved with great compassion. ബൈബിൾ പറയുന്നു അവൻ അനുകമ്പയാൽ. I can't leave these people like this. ഈ ജനത്തെ ഇങ്ങനെ വിടാൻ സമ്മതിക്കാൻ ഒക്കത്തില്ല. Son of David, have mercy on me. ഓ ദാവീദ് പുത്ര എന്നോട് The blind man was crying like anything. ഹല്ലേലൂയ. He was moving there and he was laying his hand on his eyes. Immediately Bible says his sight was open. ദാവീദ് പുത്ര അത് കരഞ്ഞപ്പോൾ അവൻ പോയി ദൈവം യേശു പോയി അവന്റെ കണ്ണിൽ കൈവച്ചു. Serving man is serving God. ഹല്ലേലൂയ. മനുഷ്യ സേവ ദൈവ സേവയാണ്. Serving man is serving God. മനുഷ്യ സേവ ദൈവ സേവ. Where it is written? എവിടെ എഴുതിയിരിക്കുന്നു? Matthew chapter 22. It's Matthew 22. Where it is revealed 3.5 years of Jesus' public ministry അത് was വെളിപ്പെടുത്തി the വന്നത് expression of God. Serving God is serving man. യേശുവിന്റെ 3.5 വർഷത്തെ Going into Zacchaeus' house is worshiping God. സക്കാദൂസിന്റെ വീട്ടിൽ പോകുന്നത് ദൈവ സേവയാണ്. യായിറോസിന്റെ വീട്ടിൽ പോകുന്നത് ദൈവ സേവയാണ്. Going into the Jairus' house is serving God. Hallelujah. Hallelujah. മരത്തിൽ നിന്ന് സക്കായിയെ വിളിച്ചിറക്കിയിട്ട് പാപിയുടെ വീട്ടിൽ ചെന്ന് കരുണ കാണിക്കുന്നത് ദൈവ സേവയാണെന്ന്. Calling Zacchaeus from the treetop down and going into his house and dining with him, that is serving God. വ്യഭിചാരിണിയായ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്നത് ദൈവ സേവയാണെന്ന്. Speaking for an adulterate woman, that is serving God. Hallelujah. Hallelujah. ഊമനും ചെകിടനുമായവനെ ചേർത്ത് പിടിച്ച് ദൈവ സേവയാണ്. Passing the deaf and the dumb and praying for him, that is serving God. തന്നോടൊപ്പം നിന്ന്, തന്നോടൊപ്പം നടന്ന്, തന്നോടൊപ്പം ഉറങ്ങി, തന്നോടൊപ്പം ഭക്ഷിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ച യൂദാസ് തന്നെ തള്ളിപ്പറഞ്ഞ് മാറിപ്പോയപ്പോ അവനെ വാരി ചുംബിച്ചത് ദൈവ സേവയാണ്. അത് ചെയ്യാൻ എന്നെ പോലെ ഞാൻ യൂദായെ സ്നേഹിച്ചിട്ടല്ലാതെ പറ്റത്തില്ല. Judah was deserted him, he ate from him and slept with him. But when he deserted him, even then Jesus went and cried for him. Oh, Judas was betraying him. Hallelujah. Judas was betraying him. Judah അവനെ തള്ളി പറഞ്ഞപ്പോഴും He was betraying him by showing the expression of love, that is kiss. ചുംബിച്ച് അവനെ ഒറ്റിക്കൊടുത്തപ്പോഴും How you are able to kiss him back, oh Jesus. എങ്ങനെ അവനെ തിരിച്ച് ചുംബിക്കാൻ പറ്റി എൻ്റെ യേശു. For me it's very difficult to love him and kiss him back. Hallelujah. അവനെ സ്നേഹിക്കാനും For അവനെ me ചുംബിക്കാനും എനിക്ക് it is പറ്റുന്നില്ല. very difficult. എന്നെ കൊണ്ട് അത് സാധ്യമല്ല. അവനെ ചുംബിക്കാനും With all heart, with all mind.
ഏക മനസ്സോടെ ഏക I ആത്മാവോടെ can't love Judas anymore ആ യൂദായെ എനിക്ക് സ്നേഹിക്കാൻ because he പറ്റില്ല. has betrayed me already. കാരണം അവനെ തള്ളി പറഞ്ഞു. I can't love him. എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റില്ല. Maybe I can love him, but full heart I can't love him. പൂർണ്ണ ഹൃദയത്തോടെ എനിക്ക് സ്നേഹിക്കാൻ With പറ്റില്ല. full heart I can't, with full spirit I can't love him. പൂർണ്ണ ആത്മാവോടെ എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. But Jesus, tell me പക്ഷേ യേശു പറഞ്ഞു, how you are able to do that. എങ്ങനെ യേശു അത് ചെയ്തു? How you are able to do that. എങ്ങനെ അത് ചെയ്യാൻ പറ്റും? All the law, all the prophets നിയമവും പ്രവാചകന്മാരും were speaking about this. ഇതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. Love your neighbor. Love your neighbor as yourself. നിന്നെ But പോലെ സ്നേഹിക്കുക. no other prophets or the law can't fulfill this. ഒരു നിയമമോ പ്രവാചകനോ ഇത് നിവൃത്തിയാക്കാൻ But you പറ്റത്തില്ല. fulfilled it. പക്ഷേ യേശു അത് Oh നിവർത്തിച്ചു. Jesus, you fulfilled it. യേശു അത് നിവർത്തിച്ചു. By kissing your own disciple with the same expression of തള്ളി love. പറഞ്ഞ യൂദായെ ചുംബിക്ക വഴി യേശു അത് With a നിവർത്തിച്ചു. full heart. പൂർണ്ണ With a full ഹൃദയത്തോടെ, mind. പൂർണ്ണ മനസ്സോടെ, And with a full soul. പൂർണ്ണ ആത്മാവോടെ. How you are able to do that? എങ്ങനെ ചെയ്യാൻ പറ്റി? Jesus will teach you. യേശു നിങ്ങളെ പഠിപ്പിക്കും. Serving man മനുഷ്യ is serving God. ദൈവ സ്നേഹ മനുഷ്യ സേവ ദൈവ സേവയാകുന്നു. ഹല്ലേലൂയ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകൾ ഇല്ലാത്ത സ്നേഹം, ജൂഡസിനെ സ്നേഹിച്ചാ പോരാ. ദൈവസ്നേഹം, നിത്യസ്നേഹം. Maybe I can say, Judas, I love you. നമുക്ക് വേണേ പറയാം, യൂദായെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. It's true that you betrayed me, but I love you. നീ എന്നെ തള്ളി പറഞ്ഞ, പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I can say that. എനിക്ക് പറയാൻ പറ്റും. But I cannot say with full heart. എന്റെ പൂർണ്ണ മനസ്സോട് പൂർണ്ണ Not ആത്മാവോട്, even with any bitterness. ഒരു കയ്പും ഇല്ലാതെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പറ്റത്തില്ല. പറ്റുമോ? Cannot. None of us can. പറ്റുമോ? No. Hallelujah. ഞാൻ എന്നെ എങ്ങനെയാ സ്നേഹിക്കുന്നത്? How I love myself. ഓ, നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. ഇന്ന് ലൈവ് ആയിട്ട് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ എനിക്കറിയാം, യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെയും Look on YouTube. ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കാം. ഒരു വലിയ പ്രാർത്ഥനയെന്ന് ഉയരണം. Let the cry from my heart come out. എന്റെ ദൈവമേ, Lord, ഇതെന്നെ ഒന്ന് പഠിപ്പിക്കണം. teach me, Lord, this. RDO മേഡം കേൾക്കുന്നുണ്ടോ? ഞാൻ പറയും, പ്രാർത്ഥിച്ചോണം. Start praying. RDO ആയിട്ടൊന്നും ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതാ മനസ്സിലാക്കണ്ടേ. You have to understand the mystery of this. ഇതാ ഹൃദയത്തിൽ പതിയണം. It has to come into your heart. ചുമ്മാ RDO ആയിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ട്? ഇത് മനസ്സിലാക്കിയിട്ട് RDO ആയിട്ട് നടക്കണം. Hallelujah. Understand this and start walking in that. എന്നാ ഇന്ന് തുടങ്ങണം. It seems easy, but it is very, very difficult. It's very easy. I love you. See, പറയാൻ എളുപ്പമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, But full heart. but പൂർണ്ണ ഹൃദയത്തോടെ. ഞാൻ ഇങ്ങനെയാ ചിന്തിക്കുന്നേ. ആ യൂദയെ ചുംബിച്ചപ്പോഴും When Jesus was മനസ്സിന്റെ ഉള്ളിന്റെ 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 ഉള്ളറയിൽ ഒരു കയ്പില്ലാതെ ചുംബിക്കാൻ കഴിഞ്ഞെങ്കിൽ അവിടെ
613 കൽപ്പനയും ഫുൾഫിൽ ആയി കഴിഞ്ഞു. Hallelujah. When he kissed Judas who deserted him, without any iota of any bitterness in him, that means he has fulfilled the entire 613 commandments. Hallelujah. ഇനി സെറിമോണിയൽ എന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. Don't come with all the ceremonial laws. എല്ലാം അവിടെ ഫുൾഫിൽ ആയി. It's fulfilled. Oh my God. Even when he was lying on the cross, Yeah, he was. he was just praying, Father, they don't know what they are doing. Forgive them. അത് ഞാൻ ചോദിക്കുന്നത്, How it is possible? താടിരോമം പിച്ചി പറിക്കുന്നു, മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നു. All the sufferings that he suffered. ഡോക്ടർ, ഞാൻ എപ്പോഴും ചിന്തിക്കും, എങ്ങനെ It's difficult for us to digest. ഇത് നമ്മളോട് പറയണമെങ്കിൽ ഈ പറഞ്ഞ ആളെങ്ങനെയായിരിക്കും? The one who taught us this, how much he has gone to that. That's the അപ്പം revelation. ഇതാ യേശു പറഞ്ഞത്. ഇനി ഇങ്ങനെ പറഞ്ഞ ഇപ്പൊ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഈസിലി കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടും, എളുപ്പമാണ്. ഇതാ യേശു പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണവും പ്രവാചകന്മാരും നീക്കാൻ വന്നതല്ല. Jesus said, I have not come to Destroy the law, yeah. but I am here to fulfill the ഞാനത് law. നിവർത്തിക്കാനാണ്. I am here. ഈശോയുടെ അതേ പൂർണ്ണതയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ദൈവം ഉയർത്തിയാണ് അതിലൂടെ. ഞാനിത് നിയമം നിവർത്തിക്കാൻ വന്നതാണ്. I have come to fulfill the law. എങ്ങനെയാ നിയമം നിവർത്തിക്കുന്നത്? How did he fulfill the law? എങ്ങനെയാ നിയമം നിവർത്തിക്കുന്നത്? That's what we said. To serving man. Hallelujah. മനുഷ്യ സേവ. ഞാന് എന്റെ കാര്യം പറയാം. ഞാൻ കത്തോലിക്ക സഭയിലേക്ക് വരുന്നതിന്റെ തൊട്ട് മുമ്പ് Before I came into the Catholic faith, ഞാനിങ്ങനെ ഈ സഭയെ വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ I was just looking at the church. ഞാൻ എന്നെ തന്നെ നോക്കിയിട്ട് പറഞ്ഞു, I looked at myself and said, ഞാൻ എന്ത് ബെറ്റർ ആയതിനെക്കാട്ടിലും. oh, I'm much better than this. ഇവരാരും വീടുകളും കയറി സുവിശേഷം They are പറയുന്നില്ല. not going to the houses and preaching the gospel. ഞങ്ങളാകട്ടെ വെയിൽ കൊണ്ടുപോയി But we have been traveling all around and preaching. ഇതെങ്ങനെയാ ദൈവസേവയാ? How can we be serving God? ഞങ്ങൾ 21 ദിവസം ഭക്ഷണം വെടിഞ്ഞിരിക്കുന്നു. 21 days we are just fasting. 40 ദിവസം ഭക്ഷണം വെടിഞ്ഞിരിക്കുന്നു. 40 days we fast. ദൈവമേ, അങ്ങയുടെ മുമ്പില്. Not before you. സഭയാണത്രേ, സഭ. They're talking about the body, the church, കുറെ അനാഥാലയവും orphanages. കൽക്കട്ടയുടെ തെരുവിലൂടെ സുവിശേഷം പ്രസംഗിച്ചിരുന്നെങ്കിൽ ഈ പാവങ്ങളെല്ലാം കൂടെ പിടിച്ചു ചേർത്തിട്ട് എന്നാ കിട്ടാൻ? ഹൗറ ബ്രിഡ്ജിന്റെ ഒക്കെ കീഴിൽ കൂടെ പോയി സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ എന്നാ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. I thought preaching the gospel in the Howrah area, that is God preaching the gospel. മദർ തെരേസ സുവിശേഷം പ്രസംഗിച്ചില്ല, But Mother Teresa never preached the gospel. സുവിശേഷം പ്രവർത്തിച്ച് കാണിച്ചു. She lived the gospel. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന സുവിശേഷം വായിക്കാൻ ബൈബിൾ തുറക്കണം. പക്ഷെ മദർ തെരേസ പറഞ്ഞ സുവിശേഷം വായിക്കാൻ ആർക്കും ബൈബിൾ തുറക്കേണ്ട വന്നില്ല. Hallelujah. Matthew, Mark, Luke and John had to read the gospel to preach read the gospel to നമുക്ക് preach the gospel. സുവിശേഷം ജീവിതമാക്കാം. Let us make gospel our life. Oh my God. Hallelujah. ഇന്ന് കാര്യങ്ങളെ വീക്ഷിക്കുമ്പം പിക്ചർ ഇസ് വെരി ക്ലിയർ. സർവിംഗ് മാൻ ഇസ് സർവിംഗ് ഗോഡ്. മനുഷ്യ സേവ ദൈവ സേവയാണ്. എന്റെ മതത്തിൽപ്പെട്ടവനെ പോലും അല്ല. It's not that he is in my own അതുകൊണ്ട് ഈ denomination. അയൽക്കാരൻ എന്ന് പറഞ്ഞു. That's why he said neighbor. ഞാൻ സ്ഥലം കൊടുക്കാതെ ഞാൻ അവന് സ്ഥലം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് വിട്ടവനാ. അവൻ വേറെ ഒരു ബിനാമി പേര് വെച്ച് സ്ഥലം വാങ്ങിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നവനാ. അപ്പൊ അവൻ He doesn't belong to your denomination or your congregation, but that he's your neighbor. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's pray together. എന്നോട് ചേർന്ന് പറയുക, കർത്താവായ യേശുവേ. കർത്താവായ യേശുവേ. കരം വിരിച്ചുയർത്തി പറയുക, കർത്താവായ യേശുവേ. Lord Jesus, ഞങ്ങൾ വീഴ്ച വന്നിട്ടുള്ളവരാണ്. we have fallen in many areas of life. ഞങ്ങൾക്ക് കരുണ ആവശ്യം. We need your mercy. ഞങ്ങൾക്ക് ദയ ആവശ്യമുണ്ട്. We need your grace. തീരുമാനത്തിൽ നിന്ന് വീണു പോയിട്ടുണ്ട്. We have fallen from our desire. ഞങ്ങൾ വളരെ സ്നേഹിച്ചിട്ടുണ്ട്. We have loved many, പക്ഷെ ഞങ്ങളെ പോലെ ആരെയും സ്നേഹിച്ചു. but we have not loved them as we love ourselves. ഇന്ന് Today, ആ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. we just plead for your mercy and your grace. ആ ദയയ്ക്ക് വേണ്ടി യാചിക്കുന്നു. We plead for your grace and mercy, Lord. ഞങ്ങളുടെ മേൽ അയച്ച ദയക്കായിട്ട് നന്ദി. Thank you for the grace. ഞങ്ങളുടെ മേൽ അയച്ചുകൊണ്ടിരിക്കുന്ന ദയക്കായിട്ട്, The one which you have been sending towards വീണ്ടും us. ഞങ്ങൾ അയക്കുന്ന ദയക്കായിട്ട് നന്ദി. We all pray for the one who is coming Serving again. man
is serving God. മനുഷ്യ സേവ ദൈവ സേവയാവുന്നു. ഇത് ഞങ്ങളെ അറിയിക്കാനാണല്ലോ പിതാവായ ദൈവത്തോടൊപ്പം ആരാധനയിൽ യോഗ്യനായിരുന്ന പുത്രൻ താഴെ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനെ സേവിച്ചിട്ട് കാണിച്ചു തന്നല്ലോ. Not to show this, the Son who was equal to the Father came down as Son, Jesus, and showed us and demonstrated this lifestyle. തോന്നണേ എന്നിൽ അലിവ് തോന്നണേ പാപിയാണു ഞാൻ നാഥാ പാപിയാണു ഞാൻ കരുണ തോന്നണേ എന്നിൽ അലിവ് തോന്നണേ പാപിയാണു ഞാൻ നാഥാ പാപിയാണു കർത്താവേ, അവിടുത്തെ ദയ ആവശ്യമുള്ള നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കും. കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ഐശ്വര്യം കൊണ്ട് എല്ലാവരും നിറയട്ടെ. എല്ലാ മനസ്സുകളിലേക്ക് വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. 45 വയസ്സുള്ള ഷിബു അരയ്ക്ക് കീഴ്പോട്ട് തളർന്നിരിക്കുകയാണ്. പൂർണ്ണ സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഡോക്യുമെന്റ് നഷ്ടപ്പെട്ട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ട്. സിസ്റ്റർ റോസ് മേരി ആർത്രൈറ്റിസ് ഇഷ്യൂ ആയിട്ട് വിഷമിക്കുന്നു. ഷെലക്സ് ബ്ലഡ് ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ. തരുണി എന്ന 12 വയസ്സുള്ള കുഞ്ഞ് കാലിന്റെ വൈകല്യമായിട്ട് കഴിയുന്ന കർത്താവേ, അങ്ങ് കരുണ കാണിച്ചതിന് യേശുവേ. മേരിയുടെ ഹസ്ബൻഡ് ജോർജിന് തൈമസ് ഗ്ലാൻഡിലെ ക്യാൻസർ കഥാവേ ജോയലിന് ഖത്തറിൽ നല്ല ജോലി ലഭിക്കാൻ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. മീവൽ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കഥാവേ. അബിൻമോന്റെ വായിലെ എല്ലാ മാസവും വരുന്ന വായിലെ പുണ്ണ് സൗഖ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫ് സെബാസ്റ്റ്യന്റെ സംശയ രോഗങ്ങൾ മാറട്ടെ കർത്താവേ. നീറോ ഡിസീസിനാൽ ജോമിച്ചൻ. സജിത് കുമാർ ഫാമിലിയിൽ പലവിധമായ ഇഷ്യൂസ് വയലൻസില് ദൈവിക സമാധാനം കർത്താവേ. ജസ്മ ടോം, കാതറിൻ 5 വയസ്സുള്ള കുഞ്ഞിന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം. മോൻസി ചേച്ചി ക്യാൻസറിന്റെ ഭയത്താൽ. സോൺ സജിന്റെ കിഡ്നി പ്രശ്നങ്ങൾ അഴിഞ്ഞു മാറട്ടെ യേശുവേ. ലെനി ജോസഫ്. ലെനിയോടൊരു കാര്യം പറയാൻ നമുക്കുണ്ട്. ലെനി അല്ല തീരുമാനം എടുക്കുന്നത്. യെസ്, ലെനി സ്വന്തമായ തീരുമാനം എടുക്കുന്നത് സകലതും ലെനി കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും വിജയത്തിൽ എത്തിച്ചേരുന്നില്ല. എന്നാൽ ലെനിയോട് പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നത് നിന്റെ തീരുമാനമല്ല, എല്ലാം ഭരമേൽപ്പിക്കും യേശുവിന്റെ നാമത്തിൽ. ലത ബേബി ബിന്ദു സണ്ണി ലെൻസ് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. ഉഷ ജോൺസൺ, ടീന ഇവരെല്ലാം ഹെൽത്ത് ഇഷ്യൂ ആയിട്ട്. ജേക്കബ് സെബാസ്റ്റ്യൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. നിർമ്മൽ, വയനാടുള്ള നിർമ്മൽ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. നിർമ്മലിനെ പറ്റി നിർമ്മലിന് അവന്റെ ഹൈപ്പർ ടെൻഷൻ സ്ലീവ് 4 വയസ്സുള്ള കുഞ്ഞ് അലർജി ആയിട്ട് ഭാരപ്പെടുന്നു. ഷേർലി ജോസഫ് ഓട്ടോഇമ്യൂൺ പ്രോബ്ലം. അതുപോലെ ജീവൻ മൈലോമെനിഞ്ചിസം. വാട്ട് ഈസ് ദാറ്റ് അങ്കിൾ? ബ്രെയിൻ. ഓക്കെ, ആ മകന് നടക്കുവാൻ പറ്റുന്നില്ല. അത് മുഖാന്തരം അലിവു തോന്നണേ
ജെസ്സിക്ക് വേണ്ടി 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ജെസ്സിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കരമുയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെസ്സിയുടെ അത്ഭുതത്തിന്റെ സാക്ഷി, ജെസ്സിയുടെ അത്ഭുതത്തിന്റെ സാക്ഷി കേട്ട് കഴിഞ്ഞതിനായി ഞങ്ങൾ ജെസ്സിയുടെ അത്ഭുതത്തിന്റെ സാക്ഷി കേട്ട് കഴിഞ്ഞു. ജാക്സൺ പോൾ ബ്രെയിൻ പ്രോബ്ലമായിട്ട് യേശുവിൻ നാമത്തിൽ സീഷർ കഴിഞ്ഞു മാറട്ടെ. ജോൺ പോൾ ബ്രെയിൻ പ്രോബ്ലമായിട്ട് ഭാരപ്പെടുന്നു. 12 വർഷമായി കിടപ്പിലാണ്. ഇമ്മാനുവൽ ഓട്ടിസം അസുഖം സൗഖ്യം പ്രാപിക്കുവാനായിട്ട്. അന്നമ്മ സിസി പലവിധമായ അലർജിയുമായിട്ട് കഷ്ടം. അഭിലാഷിന്റെ തലവേദന മാറുവാനായിട്ട്. കടഭാരങ്ങൾ ബാലു സൗഖ്യമാവട്ടെ. രാജൻ, നിഖിൽ സൗഖ്യമാവട്ടെ. സിന്ധു സൗഖ്യമാവട്ടെ. രജീന്ദ്രൻ സൗഖ്യമാവട്ടെ. മിനി ബെന്നി സൗഖ്യമാവട്ടെ. കഴുത്തിനും നടുവിനുള്ള വേദനകൾ ഈ സമയത്ത് തന്നെ അപ്രത്യക്ഷമാവട്ടെ. ജിസ് മേരിയ മകളുടെ കാലിന് മുഴ സുഖപ്പെടുവാനായിട്ട്. സെനിക്ക് 24 വയസ്സ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാവട്ടെ. സുഖിത മെക്സ്വൽ സൗഖ്യമാവട്ടെ. പ്രോപ്പർട്ടീസ് ജോണി വർഗീസ് ഹെൽത്ത് ഇഷ്യൂസിനാൽ ഭാരപ്പെടുന്നു. റിച്ചാർഡ് സൗഖ്യമാവട്ടെ. UK-യിൽ എന്റെ മകൻ സൗഖ്യം പ്രാപിക്കട്ടെ. 100 കണക്കിന് പ്രാർത്ഥനാ വിഷയം. ഒരു റിക്വസ്റ്റ് ഉണ്ട്, സുഖമാക്കണേ. ധാരാളം കുഞ്ഞുങ്ങൾ വിവാഹപ്രായമായിട്ടും വിവാഹം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുന്നു. റീസൺസ് ഗോഡ് ഓൺലി നോസ്. ആ വിവാഹങ്ങളെല്ലാം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. മറ്റൊരു റിക്വസ്റ്റ്, ധാരാളം മക്കൾ പരീക്ഷ OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന പലർക്കും ആകുലതകളാൽ ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയിൽ എത്താനിരിക്കുന്നു. ആ വിഷയങ്ങളെ നമുക്ക് സമർപ്പിച്ച് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവന്റെ ഉറവിടമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നന്മയുടെ ആധാരമേ ഞങ്ങൾ അങ്ങേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നത്തെ വചനം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഏത് അത്ഭുതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിലും നീ വചനം കേട്ടോണ്ടിരിക്കുമ്പോ അത് ആ അത്ഭുതം നിങ്ങളെ സംഭവിച്ചേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? ഞാൻ ആവർത്തിച്ച് പറയാം. എന്തുകൊണ്ടാണ് പറയുന്നത് ആവർത്തിച്ച് പറയാം. Why I am saying this? See, ആരാണോ മുഴുവൻ നിയമവും പ്രവാചകനും പറഞ്ഞത് പൂർത്തിയാക്കുന്നത്, അവർക്ക് വെച്ചിരിക്കുന്നതാണ് മുഴുവൻ വാഗ്ദാനങ്ങൾ. For those who fulfill the law and the prophets, for them all the blessings has been kept. പഴയ നിയമത്തിൽ അത് ഒരാൾക്ക് പോലും In the Old Testament, none of them could പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. None of them could fulfill this. But when Jesus came, പക്ഷേ യേശു വന്നു, he fulfilled the law. അവൻ മുഴുവൻ പൂർത്തീകരിച്ചു, And നിവർത്തിച്ചു. he has given the golden law for us. എന്നിട്ട് നമുക്ക് ആ ഒരു സുവർണ നിയമം നമുക്ക് തന്നു. That golden law says, ആ സുവർണ നിയമം when പറയുന്നു, you love your neighbor, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ നീ സ്നേഹിക്കും. don't think that you are not fulfilling the law. നീ വിചാരിക്കരുത് നീ നിയമം നിവർത്തിക്കുകയല്ല. When you are loving your neighbor നിന്റെ അയൽക്കാരനെ as yourself, നിന്നെ പോലെ നീ സ്നേഹിക്കുമ്പോൾ, same way the love that loves you yourself. നീ എങ്ങനെ നിന്നെ തന്നെ സ്നേഹിക്കുന്ന അതുപോലെ നിന്റെ അയൽക്കാരനെ നീ When you സ്നേഹിക്കുമ്പോൾ, loving someone, നീ വേറൊരാളെ സ്നേഹിക്കുമ്പോൾ you are fulfilling the law. നിങ്ങൾ ഈ നിയമം നിവർത്തിക്കുകയാണ്. That's why you are able to receive all the promises of the Lord. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സകല വാഗ്ദത്തങ്ങളും നിങ്ങൾക്ക് Healing is yours in Jesus' name. നിങ്ങളുടെ സൗഖ്യം നിങ്ങൾ യേശുവിലാണ്. Receive it in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്വീകരിക്കുക. ഇന്നലെ പ്രേയർ വാരിയേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ലൈവ് നമ്മൾ നടത്തിയായിരുന്നു. അത് പ്രേയർ വാരിയർ ടീമിലുള്ളവർക്ക് മാത്രമേ അതിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഒരുപാട് കുടുംബങ്ങളെ, പുതിയ ആൾക്കാരെ, കേരളത്തിന്റെ എല്ലാ ലോകത്തിന്റെ പല ഭാഗത്തുള്ളവരെ പരിചയപ്പെടാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും അവസരമുണ്ടായി. Yesterday we did a Zoom meeting for the prayer warriors team. Many people from different parts of India and different parts of the world came. എവിടെ അപ്ലോഡ് ചെയ്യുന്നോ ആ മെസ്സേജ് എവിടെയും കിട്ടുന്ന അല്ല, പ്രേയർ വാരിയർ ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടി മാത്രം സർവീസ് ആയിരുന്നു. ഇനി അടുത്തത് കൃപയുടെ നേരം വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടിയുള്ള സർവീസ് ആരംഭിക്കുകയാണ്. സ്പെഷ്യൽ യൂട്യൂബ് സൂം ലൈവ് ശുശ്രൂഷകൾ, പ്രൈവറ്റ് മീറ്റിംഗ്സ് ആരംഭിക്കുകയാണ്. These are all private meetings. നിങ്ങൾ ഇതുവരെ കൃപയുടെ നേരം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന 8589039039 നമ്പറിലേക്ക് നിങ്ങളുടെ നമ്പർ അയച്ചു കൊടുക്കുക. എന്നിട്ട് അടിയില് കൃപയുടെ നേരം എന്ന് എഴുതുക. If you would like to join Prayer Warriors group,
please write your name and your phone number, and under that Prayer Warriors team, we will be adding you into the Prayer Warriors group. One thing we can assuredly say, these are the days we are coming more closer to God. അടുത്ത് വരുന്നത് We are fulfilling the law. നമ്മൾ നിയമത്തെ നിവർത്തിക്കുകയാണ്. Hallelujah. വലിയ അവസരമായി ഇത് പ്രയോജനപ്പെടുത്തൽ. It's a great opportunity. Make use of it. നമ്മളിപ്പോ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി Now we are going to pray together. നിങ്ങളുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കരങ്ങൾ അമർത്തി വെക്കുക. Wherever you are sick, lay your hands on those areas. നിങ്ങളുടെ ഭാരത്തെ മനസ്സിൽ കൊണ്ടുവരിക. Bring all your problems into your mind. എന്നോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. And pray along with us. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവ പൈതലായി തീർന്നിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും പരിപൂർണനുമായി തീർന്നിരിക്കുന്നു. ഞാൻ വിശുദ്ധനായതല്ല, യേശു എന്നെ വിശുദ്ധനാക്കി. എന്റെ വിശുദ്ധി എന്റെ ശ്രമമല്ല, സത്യത്തിന്റെ ഫലമാണ്. എന്റെ രോഗമത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. കൈവച്ചുകൊണ്ട് പറയുക, എന്റെ രോഗമത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. എനിക്ക് ജീവന്റെ സമൃദ്ധിയും ദിവ്യമായ ആരോഗ്യമുണ്ട്. ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ യേശുവിൽ ഞാൻ സമ്പന്നനായി തീർന്നിരിക്കുന്നു. യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെ അവകാശിയായി തീർന്നിരിക്കുന്നു. സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ നിയമിച്ചിരിക്കുന്നു. ലൂക്ക 10:19 അധികാരത്തോടെ ചൊല്ലുക, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാനും ഭൂതങ്ങളെ പുറത്താക്കാൻ രോഗികളെ സൗഖ്യമാക്കാൻ മരിച്ചുപോയവരെ ഉയർപ്പിക്കും. ഇങ്ങനെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വിവിധ യേശുവിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരില്ല. എല്ലായ്പ്പോഴും യേശുക്രിസ്തുവിൽ പൂർണ്ണ ജയാളിയായിരിക്കുന്നു. ആവർത്തിച്ചു പറയുക, എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയായിരിക്കുന്നു. ആമേൻ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം എല്ലാവരോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. 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 കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. 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 പ്രിയ സഹോദരങ്ങളെ, ഈ ആഴ്ചകളില് നമ്മള് വൈകുന്നേരം 7 മണിക്ക് കൃപയുടെ നേരത്തിന്റെ ഒരു സ്പെഷ്യൽ ലൈവ് ആരംഭിക്കുകയാണ്. അപ്പൊ അത് നേരത്തെ ഓരോ ആൾക്കാര് വന്ന് യേശുവിന്റെ പൂർത്തീകരണ പ്രവർത്തികളുടെ ടെസ്റ്റിമണീസ് ഷെയർ ചെയ്യുന്നതായിട്ട് യൂട്യൂബിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഒരു ന്യൂ ഫേസ് ഹോസ്റ്റ് ചെയ്ത് വരികയാണ്. നിങ്ങൾക്കത് യൂട്യൂബിലൂടെ കിട്ടുന്നു എന്നറിയുന്നു. So I encourage all of you to search Grace Community Global YouTube channel. ഇപ്പോൾ തന്നെ ഏതാണ്ട് 60,000 പേരോളം ഇപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നു. YouTube/Grace Community Global യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സജിത് ജോസഫ് എന്ന ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് പേജ് സെർച്ച് ചെയ്യുക. കൃപയുടെ നേരം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലാത്തവരെ 8589039039 നമ്പറിലേക്ക് നമ്പർ അയച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷ ലോകമെമ്പാടും എത്തിക്കുന്ന വലിയ ദൗത്യത്തിൽ കൈകോർക്കാം. ഞാൻ നിർബന്ധിക്കുന്നത് 1000കണക്കിന് വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോകളിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പ്രയർ വാരിയർ ഗ്രൂപ്പിൽ
ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നപ്പം അവരുടെ ഇടയിൽ ലൈവില് സംഭവിച്ച ഒരുപാട് സാക്ഷ്യങ്ങളെ കേൾക്കാനും അതിൽ സന്തോഷിപ്പാനും ഇടവന്നു. സോ നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ചുള്ള ഈ ശുശ്രൂഷയില് ഒരുമിച്ച് നമുക്ക് കൈകോർക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഭൂമിയുടെ അറ്റത്തോളം ഉയരട്ടെ. ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. കാണുന്ന മനുഷ്യനെ സേവിച്ചോ, സേവ കാണാത്ത ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നുണ്ട്. ആ ഉറപ്പോടെ സമസൃഷ്ടങ്ങളെ, അയൽപക്കക്കാരെ ഇതുവരെ കാണാത്ത കാഴ്ചയോടുകൂടെ കണ്ട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യാം. സ്റ്റേ ബ്ലെസ്ഡ്. അനുഗ്രഹത്തെ തുടരുക.